3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ನಾವು 3 ವಿಷಯಗಳು ಕಲ್ತ್ರಿ. സ്തോത്രം. ആമേൻ. അത് ഒന്ന് രോഗത്തിൻ്റെ ശാന്തി എന്നുള്ള വിഷയമാണ് പഠിച്ചത്. ಒಂದನೇದಾಗಿ ರೋಗದ ಶಾಂತಿ ಎಂಬುದಾಗಿ. ആമേൻ. അതിനോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ രണ്ടാമതായിട്ട് ആത്മാവിൻ്റെ രോഗം, ശരീരത്തിൻ്റെ രോഗം മാത്രമല്ല ആത്മാവിൻ്റെ രോഗം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. ಅದು ಬಿಟ್ಟು ನಾವು ಆತ್ಮನ ರೋಗ ಎಂಬುದಾಗಿ ಕೂಡ ಕಲ್ತ್ರಿ. ಶರೀರದ ರೋಗ ಬಿಟ್ಟು ಅದರ ಜೊತೆ ಆತ್ಮನ ರೋಗವೆಂಬುದಾಗಿ ಕಲ್ತ್ರಿ. പ്രൈസ് ലോർഡ്. ആദ്യം നമ്മൾ പാപം എന്ന വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ನಾವು ಫಸ್ಟ್ ಪಾಪ ಎಂಬುದಾಗಿರೋ ವಿಷಯವಾಗಿದೆ ಕಲಿಸಿದ್ದು. രോഗത്തിന്റെ 2 വശങ്ങളെ കുറിച്ച് ചിന്തിച്ചു. ರೋಗದ 2 ಭಾಗಗಳ ಕುರಿತು ನಾವು ಕಲಿತ್ರಿ. സ്തോത്രം. അങ്ങനെ 3 ക്ലാസ്സുകൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുണ്ടായി. ಅದೇ ಪ್ರಕಾರ 3 ಕ್ಲಾಸಲ್ಲಿ ನಾವು ವಿಷಯನ ಕಲಿತ್ರಿ. ഈ ബൈബിളിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആമേൻ 3 കാര്യങ്ങൾ, ಬೈಬಲಲ್ಲಿ 3 ಬೇಸಿಕ್ ಅಸ್ಥಿವಾರವಾಗಿರೋ ವಿಷಯಗಳು, 3 ആമേൻ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ, 3 ಮುಖ್ಯವಾದ ವಿಷಯಗಳು. 1 പാപം, 1 ಪಾಪವು, 2 ശാപം, 2 ಶಾಪವು, 3 രോഗം. 3 ರೋಗವು. ഇത് 3മാണ്. ಇದು 3 ಆಗಿದೆ. കാൽവരിയിൽ നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ಕಲ್ವಾರಿಯಲ್ಲಿ ನಾವು ಯೇಸುವನ್ನು ನಂಬುವಾಗ, വിശ്വാസത്താൽ ನಂಬಿಕೆಯಿಂದ നമ്മൾ മാനസാന്തരപ്പെട്ട്, ನಾವು ಮಾನಸಾಂತರಪಟ್ಟು പാപത്തിന്റെ മോചനം ഏറ്റെടുക്കുന്നു. ಪಾಪದ ವಿಮೋಚನೆಯನ್ನು ನಾವು ಹೊಂದಿಕೊಳ್ಳುತ್ತೇವೆ. ചുമ്മാ വിശ്വാസിക്കുമ്പോൾ കിട്ടുന്നതല്ല, ಸುಮ್ಮನೆ ನಂಬುವಾಗ ಸಿಕ್ಕುವುದಲ್ಲ. മാനസാന്തരപ്പെടുമ്പോഴാണ് പാപമോചനം കിട്ടുന്നത്. ನಾವು ಮನ ತಿರುಗುವಾಗ ನಮಗೆ ಪಾಪದಿಂದ ವಿಮೋಚನೆ ಸಿಕ್ಕುವುದು. സ്തോത്രം. ಆಮೇನ್. രണ്ടാമത്തെ വിഷയം, ಎರಡನೇ ವಿಷಯವು ആമേൻ, നമ്മൾ രോഗത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. ನಾವು ರೋಗದ ಕುರಿತಾಗಿದೆ ಕಲ್ತಿದ್ದು. പാപം മാറുന്ന കൂട്ടത്തിൽ രോഗം മാറുന്നില്ല. ಪಾಪ ನೀಗೋದ ಜೊತೆಯಲ್ಲಿ ರೋಗವು ನೀಗೋದಿಲ್ಲ. പാപത്തിന്റെ ഫലമാണ് രോഗവും ശാപവും. ಪಾಪದ ಫಲವಾಗಿದೆ ರೋಗವು ಮತ್ತೆ ಶಾಪವು. പക്ഷേ അത് മാറണമെങ്കിൽ രോഗത്തിന് വേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ನಾವು ಅದನ್ನು ನೀಗಿ ಹೋಗ್ಬೇಕಂದ್ರೆ ನಾವು ಆ ರೋಗಕ್ಕೋಸ್ಕರ ಇಟ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. അവിടുന്ന് നമ്മുടെ സാക്ഷാൽ രോഗങ്ങൾ വഹിച്ചു എന്ന വിഷയം നമ്മൾ ചിന്തിച്ചു. ನಾವು ಆತನು ನಮ್ಮ ಕಾಯಿಲೆಗಳನ್ನು ಒತ್ತುಕೊಂಡರು ಎಂಬುದಾಗಿ ವಿಷಯ ನಾವು ಕಲಿತ್ರಿ. സാക്ഷാൽ രോഗം എന്ന് പറയുന്നത് പാപമാണ് മുഖ്യമായിട്ടുള്ളത്. ആത്മാവിന്റെ രോഗമാണ്. സാക്ഷാൽ രോഗം ആത്മാവിന്റെ രോഗമാണ്, പാപമാണത്. എന്നാൽ ആ കൂടെ ആമേൻ എന്താണ്, ശരീരത്തിന്റെ വിടുതലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ಅಲ್ಲಿ ರೋಗ ಎಂಬುದಾಗಿ ಹೇಳ್ತಾ ಇರೋದು ಪಾಪವನ್ನಾಗಿದೆ, ಆದರೆ ಅದರ ಜೊತೆಯಲ್ಲಿ ನಮ್ಮ ಶರೀರದಲ್ಲಿ ಉಂಟಾಗೋ ರೋಗಗಳಿಗೂ ಸೌಖ್ಯವಿದೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ വിഷയമാണ് ശാപം എന്ന വിഷയം. ಮೂರನೇ ವಿಷಯವಾಗಿದೆ ಶಾಪವು ಎಂಬುದಾಗಿರೋ ವಿಷಯ. വളരെ തർക്കമുള്ള വിഷയമായതുകൊണ്ട്, ಬಹಳ ಚರ್ಚೆಯುಳ್ಳ ವಿಷಯ ಆಗಿದ್ದರಿಂದ, തർക്കമുള്ള വിഷയമാണ്, ಚರ್ಚೆ ಆಗಿರೋ ವಿಷಯ ಆಗಿದೆ. ആമേൻ. ദൈവമക്കൾക്ക് ശാപം ഇല്ല എന്ന ഉള്ള വിഷയം. ದೇವರ ಮಕ್ಕಳಿಗೆ ಶಾಪ ಇಲ್ಲ ഉണ്ട്, അത് മുറിക്കണമെന്ന് പറയുന്നു. ಕೆಲವರು ಇದೆ, ಅದನ್ನು ಮುರಿಬೇಕೆಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. ഞാനിന്ന് മുറിക്കാൻ കത്തി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ನಾನು ಇವತ್ತು ಮುರಿಯಕ್ಕೆ ಕತ್ತಿಯನ್ನು ತಗೊಂಡು ಬರಲಿಲ್ಲ. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാൽ ഒരുപക്ഷേ ആമേൻ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നടക്കും. ಅದು ನೀವು ನಂಬಿದ್ರೆ ಒಂದು ದೇವರ ಕ್ರಿಯೆಯು ನಡೆಯುತ್ತದೆ. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ಅದು ನಿಮ್ಮ ಕೈಯಲ್ಲಾಗಿದೆ ಇರೋದು. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവിശ്വാസികൾക്ക് ശാപമുണ്ട്, ಅವಿಶ್ವಾಸಿಗಳಿಗೆ ಶಾಪವೂ ಇದೆ. വിശ്വാസികൾക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ ശാപം ഉണ്ടാകും. ವಿಶ್ವಾಸಿಗಳಿಗೆ ಕೆಲವು ವಿಷಯಗಳು ಮಾಡಿದ್ರೆ ಅದರಲ್ಲಿ ಶಾಪ ಉಂಟಾಗುತ್ತದೆ. ചില കാര്യങ്ങൾ ആമേൻ യഥാസ്ഥാനപ്പെട്ടില്ലെങ്കിലും അങ്ങനെ സംഭവിക്കാം. ചില കാര്യങ്ങളിൽ ആമേ വിശ്വസിച്ച ശേഷം യഥാസ്ഥാനപ്പെട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ നമുക്കൊരു ശിക്ഷ പോലെ വരാം. ಕೆಲವು ವಿಷಯಗಳಲ್ಲಿ ನಾವು ನಂಬಿಕೆ ಇಟ್ಟ ನಂತರನೂ ಅದರಲ್ಲಿ ಮನ ತಿರುಂಬಿಲ್ಲ ಅಂದ್ರೆ ಅದರಲ್ಲೂ ಕೂಡ അത് ശാപമാണോ അല്ലെങ്കിൽ ശിക്ഷയാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ಅದು ಪಾಪವಾಗಿದೆ, ರೋಗ ಶಿಕ್ಷೆಯಾಗಿದೆ ಎಂಬುದಾಗಿ ನೀವು ತೀರ್ಮಾನ ತಗೊಳ್ಬೇಕು. ശാപമാണോ ശിക്ഷയാണോ നിങ്ങൾ തീരുമാനിക്കണം. ಶಾಪವಾಗಿದೆ, ಶಿಕ್ಷೆಯಾಗಿದೆ ಎಂಬುದಾಗಿ ನೀವು ತೀರ್ಮಾನ ತಗೊಳ್ಬೇಕು. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുകയും ചെയ്യണം. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆಯಿಂದ ಕೇಳಬೇಕು. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ, ಬಹಳ ಮುಖ್ಯವಾದ ವಿಷಯವಾಗಿದೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 വാക്യങ്ങൾ ആധാരമായിട്ട് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 ವಾಕ್ಯಗಳು ಆಧಾರವಾಗಿ ನಾವು ಓದೋಣ. ಒಂದನೇದಾಗಿ ആമേൻ ഗലാത്യ ലേഖനം 3:13. ಗಲಾತ್ಯ ಲೇಖನ 3:11-13. ഗലേഷ്യൻസ് 3:13. ഒന്നാമത്തെ വചനം,
ಒಂದನೇ ವಾಕ್ಯವು പ്രാർത്ഥനയോടെ ഇരുന്നോളൂ, ಪ್ರಾರ್ಥನೆಯಿಂದ ಕೇಳಿ, ഫ്രീ ആയിട്ടിരുന്നോ. ಫ್ರೀ ಆಗಿ ಕೂತ್ಕೊಳ್ಳಿ. സ്തോത്രം. ಆಮೇಲೆ ദൈവസന്നാനമാണ്. ದೇವರ ಸನ್ನಿಧಾನವಾಗಿದೆ. ക്ലോക്ക് പുറകിലായിരിക്കുന്നത്, ആരും തിരിഞ്ഞു നോക്കണ്ട. ಕ್ಲಾಕ್ ಹಿಂದೆ ಆಗಿದೆ, ಯಾರು ತಿರುಗಿ ನೋಡಬೇಡಿ. സ്തോത്രം. ആമേൻ. നമ്മള് അമ്മേ പരിശുദ്ധാത്മാവിലാണ് ശുശ്രൂഷകൾ നടക്കുന്നത്. പവിത്രാത്മനാലാಗಿದೆ ಸೇವೆಯು ನಡೆಯೋದು. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഈ കാമ്പയിൻ വർഷിപ്പിനകത്ത് കൃത്യം കൊണ്ട് സൂചിയെ കൊണ്ട് നിർത്തത്തില്ല. ಅದರಿಂದ ಕಂಪೈನ್ ವರ್ಷಿಪ್ ಅಲ್ಲಿ ನಾವು ಕರೆಕ್ಟ್ ಸೂಜಿಯಲ್ಲಿ ಬಂದು ನಿಲ್ಲಿಸೋದಿಲ್ಲ. പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ಈ ಪ್ರಾರ್ಥನೆಯಿಂದ ಗಮನವಿಡಬೇಕು. സ്തോത്രം. ಆಮೇಲೆ അപ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, ಅಲ್ಲಿಗೆ ಬರೆದಿದೆ, മരത്തിന്മേൽ തൂങ്ങുന്നവർ എല്ലാം, ಮರದಲ್ಲಿ ತೂಗುವವನೆಲ್ಲ എല്ലാം ശാപഗ്രസ്തർ, ಶಾಪಗ್ರಸ್ತರಾಗಿದ್ದಾರೆ. സ്തോത്രം. യേശു മാത്രമല്ല, ಯೇಸು ಮಾತ್ರ ആര് മരത്തിൽ തൂങ്ങുന്നോ അത് ശാപഗ്രസ്തരാണ്. ಯಾರೆಲ್ಲ ಮರದಲ್ಲಿ ತೂಗುತ್ತಾರೋ ಅವರೆಲ್ಲ ಶಾಪಗ್ರಸ್ತರಾಗಿದ್ದಾರೆ. അങ്ങനെ പറഞ്ഞിരിക്കുന്ന പ്രകാരം, ಹಾಗೆ ಹೇಳಿದ ಪ್ರಕಾರ ക്രിസ്തನು നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എന്തായി തീർന്നു? ನಮ್ಮ ಪಾಪಗಳಿಗೆ ശാപമായി, യേശു ശാപമായി തീർന്നു. യേശു ನಮ್ಮ ಪಾಪಗಳಿಗೋಸ್ಕರ ಶಾಪವಾದನು. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ಧರ್ಮಶಾಸ್ತ್ರದ ಶಾಪದಿಂದ ನಮ್ಮನ್ನು ಬೆಲೆ ಕೊಟ್ಟು ಈಸ್ಕೊಂಡ್ರು. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പദമുണ്ട്, ಪ್ರಕಟಣೆ ಪುಸ್ತಕದಲ್ಲಿ ಒಂದು ವಾಕ್ಯವಿದೆ, നീ അറക്കപ്പെട്ടു, ನೀನು ಕುಯ್ಯಲ್ಪಟ್ಟೆ, നിന്റെ രക്തം കൊണ്ട് ನಿನ್ನ ರಕ್ತದಿಂದ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ನಮ್ಮನ್ನು ಬೆಲೆ ಕೊಟ್ಟು ಈಸ್ಕೊಂಡೆ. അത് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്ന പാപം എന്ന് ഉദ്ദേശിക്കാം, അല്ലെങ്കിൽ പൂർണ്ണ വിമോചനം എന്ന് പറയാം. ಅದು ಮುಖ್ಯವಾಗಿ ಪಾಪ ಎಂಬುದಾಗಿ ಅಂದ್ಕೊಳ್ಬೇಕು, ಇಲ್ಲಾಂದ್ರೆ ಪೂರ್ಣವಾದ ವಿಮೋಚನೆ ಎಂಬುದಾಗಿ ತಿಳ್ಕೊಳ್ಬಹುದು. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങി. ನ್ಯಾಯ ಪ್ರಮಾಣದ ಧರ್ಮಶಾಸ್ತ್ರದ ಶಾಪದಿಂದ ದೇವರು ನಮ್ಮನ್ನು ಬೆಲೆ ಕೊಟ್ಟು ಈಸ್ಕೊಂಡ್ರು. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്നവർക്ക് ഇത് അനുഗ്രഹമായി തീരും. ಬಹಳ ಪ್ರಾರ್ಥನೆಯಿಂದ ಇದು ಕೇಳುವವರಿಗೆ ಇದು ಆಶೀರ್ವಾದವಾಗಿರುತ್ತೆ. അങ്ങനെയുള്ളവർക്ക് ഇത് ശ്രദ്ധിച്ച് മനസ്സാവുള്ളതാണ്. ಹಾಗೆ ಇರೋರಿಗೆ ಮಾತ್ರ ಇದು ಅರ್ಥ ಆಗೋದು. ആദിമ മനുഷ്യൻ, ಮೊದಲನೇ ಮನುಷ್ಯನು പാപം ചെയ്തത് മുഖാന്തിരമാണ് എന്തുണ്ടായത്? ശാപമുണ്ടായത്. ಮೊದಲನೇ ಮನುಷ್ಯ ಪಾಪ ಮಾಡಿದ್ದರಿಂದ ಶಾಪವು ಉಂಟಾಗಿತ್ತು. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ಬೈಬಲ್ ನಮ್ಮನ್ನು ಕಲಿಸ್ತಾ ಇರೋದು, ഹവ്വ പാപം ചെയ്തു, ಅವಳು ಪಾಪ ಮಾಡೋದು, ആദാം പാപം ചെയ്തു, ಆದಾಮ್ ಪಾಪ ಮಾಡ್ದ. അതിന് പ്രേരണയായത്, ಅದಕ್ಕೆ ಪ್ರೇರೇಪಣೆ ಕೊಟ್ಟಿದ್ದು പാമ്പായിരുന്നു, ಹಾವಾಗಿದೆ, ಸೇತಾನನಾಗಿದೆ. സ്തോത്രം. ಆಮೇಲೆ പാമ്പിന്റെ അകത്ത് പിശാച് കയറി അങ്ങനെ വന്നു. ಹಾವಿನೊಳಗಡೆ ಸೈತಾನ ನುಂಗಿ ಹಾಗೆ ಬಂದ. അത് ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ, ಅದು ಗಮನವಿಟ್ಟು ಕಲಿಯುವಾಗ നിങ്ങൾ ശ്രദ്ധിക്കുക, ನೀವು ಗಮನವಿಡಿ, ദൈവം മനുഷ്യനെ പാപം ചെയ്തുകൊണ്ട് ശപിച്ചില്ല. ದೇವರು ಮನುಷ್ಯನು ಪಾಪ ಮಾಡಿದ್ದಕ್ಕೆ ದೇವರು ಶಪಿಸಲಿಲ್ಲ. സ്തോത്രം. ಆಮೇಲೆ പ്രൈസ് ലോർഡ്. ശപിച്ചില്ല. ആ വചനം ഒരാൾക്ക് വായിക്കാം, എല്ലാവർക്കും വായിക്കാൻ സമയമില്ല. ആ വാക്യം ഒപ്പರಿಗೆ എല്ലാവർക്കും വായിക്കാൻ സമയമില്ല. മൂന്നിന്റെ സ്തോത്രം. ആമേൻ, ആമേൻ. എവിടെ തൊട്ടാ? 12 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. 3:12 ആദികാണ്ഡ 3:12. സർപ്പത്തോട് ദൈവം പറഞ്ഞു, ದೇವರು ಹೇಳ್ತಿದ್ದಾರೆ, നീನು എല്ലാ മൃഗങ്ങളെക്കാളും എല്ലാ മൃഗಗಳಿಗಿಂತ ശാപഗ്രസ്തമായിരിക്കും, ശാപഗ്രസ്തವಾಗಿರುತ್ತೆ ಎಂಬುದಾಗಿ. ഇച്ചിരി ഇവിടെ കുറയ്ക്കണം. ഒന്ന്, ശാപത്തിന്റെ ഫലമായി, ശാപದ ಫಲವಾಗಿ പാമ്പിന് അല്പം കാലുണ്ടായിരുന്നായിരിക്കാം. ഇപ്പൊ പറയുന്നത് നീ എന്തും ഒട്ടಯಿಂದ ಹೊರದಾಡಿ ಹಂಗೆ ಜೀವನ ಮಾಡುವೆ. ಆಮೇಲೆ ನೀ ಧೂಳು ತಿನ್ನುವೆ, ಬೇರೆ ಏನೋ ತಿಂದಾಯ್ತು ಅಂತ ಕಾಣ್ತೇವೆ, ಹಣ್ಣು ಏನೋ ತಿಂದಾಯ್ತು ಅಲ್ವಾ, ಧೂಳು ತಿನ್ನುವೆ. ಆಮೇಲೆ പ്രൈസ് ലോർഡ്. മനുഷ്യനിಗೂ പാമ്പും തമ്മിൽ നിരന്തരമായ ശത്രുത ഉണ്ടാക്കി. സൈതാന സംബന്ധವಾಗಿ ശ്രദ്ധിച്ചോണം, നിരന്തരವಾದ ಶತ್ರುತೆ. ഇനി മുന്നോട്ട് വായിച്ചു കേട്ടോ. സ്തോത്രം. മനുഷ്യരെ പറ്റിക്കാൻ പോയതുകൊണ്ട്, വഞ്ചിക്കാൻ പോയതുകൊണ്ട് ദൈവം എന്ത് പറഞ്ഞു? മനുഷ്യനെ മോശപ്പെടുത്തിയൊക്കെ നോടിದಾಗ ದೇವರು സാത്താന്റെ അന്ത്യം മനുഷ്യൻ മുഖാന്തരം, സ്തോത്രം, മനുഷ്യ സന്തതി മുഖാന്തരമായിരിക്കും. അത് യേശുവിനെ ഉദ്ദേശിച്ചത്, എങ്കിലും മനുഷ്യ മുഖാന്തരമായിരിക്കും നിന്റെ തല തകർക്കപ്പെടുന്നത്. ಸೈತಾನನ ಸಂತತಿ, ಸೈತಾನ ಸಾಯಲ್ಪಡೋದು ಮನುಷ್ಯನ ಸಂತತಿ ಮೂಲಕ ಎಂಬುದಾಗಿ ಬರೆದಿದೆ. മുന്നോട്ട് വായിച്ചോ.
ആ ആ അന്ന് മുതലാണ് ഭർത്താവിൻ്റെ മേൽ ആശ ഇടാൻ തുടങ്ങിയത്. അതുവരെ ദൈവത്തിൻ്റെ മേലായിരുന്നു. പാപം ചെയ്തോടി എന്തായി? ಪಾಪ ಮಾಡಿದಕ್ಕೆ ಏನಾಯ್ತು? ഒരു ഗുണമുണ്ടായി, ಗಂಡನ ಮೇಲೆ ಆಸೆ ಆಯ್ತು. പ്രൈസ് ദി ലോർഡ്. കർത്താവ് മനുഷ്യനെ ശപിച്ചോ ഭൂമിയെ ശപിച്ചോ? ಮನುಷ್ಯನನ್ನು ಶಾಪ ಮಾಡಿದ್ರು ಅದು ಭೂಮಿಯನ್ನು ಶಾಪ ಮಾಡಿದ ಕರ್ತನು. ഹവ്വായെ ശപിച്ചില്ല, ಹವ್ವಳನ್ನು ആദാമിനെ ശപിച്ചില്ല. ಆದಾಮನನ್ನು ಶಪಿಸಲಿಲ್ಲ. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെടും. ನಿನ್ನ ನಿಮಿತ್ತ ಭೂಮಿಗೆ ಶಾಪವಾಯಿತು. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. ആമേൻ. ഈ ആമേൻ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 26-ാം വാക്യം തോന്നുന്നു. ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ಆದಿಕಾಂಡ 5:26 ಓದಿ. 26 29 ഒന്ന് വായിച്ചേ. 26 ಇಲ್ಲಾಂದ್ರೆ 29. യഹോവ ശപിച്ച, ಯೆಹೋವನು ಶಪಿಸಿದ. അവിടെ പറയുന്നു ദൈവം എന്തിനെ ശപിച്ചത്? ದೇವರು ಏನನ್ನ ಶಪಿಸಿದರು? ദൈവം ഭൂമിയെ ശപിച്ചു. ದೇವರು ಭೂಮಿಯನ್ನು ಶಪಿಸಿದರು. എന്തുകൊണ്ടായിരിക്കും മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് മനുഷ്യനെ ശപിക്കാഞ്ഞ്? ಯಾಕೆ ಮನುಷ್ಯನ ತಪ್ಪು ಮಾಡಿದ್ರಿಂದ ದೇವರು ಮನುಷ್ಯನನ್ನು ಶಪಿಸಲಿಲ್ಲ? ಅದಕ್ಕೆ പ്രേരണയായിട്ട് ಅದಕ್ಕೆ ಪ್ರೇರೇಪಣೆಯಾಗಿ ഈ സാത്താൻ പിന്നിലുണ്ടായിരുന്നു. ഈ സൈത്താനನು ಹಿಂದೆ ಇದ್ದ. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് മനുഷ്യ മുഖാന്തരമായിട്ട് ഭൂമി ശപിക്കപ്പെട്ടു. അത് മനുഷ്യ മുഖാന്തരವಾಗಿ ഭൂമി ശಪಿಸಲ್ಪಡ್ತು. അതിന്റെ ഫലമായിട്ട് മുള്ളും പറക്കാരിയും ഉണ്ടായി. ಅದರ ಮೂಲಕ ಮುಳ್ಳು ಮತ್ತೆ ಬೇಡದಿರೋ ಗಿಡಗಳು ಉಂಟಾಯಿತು. കൃഷി ചെയ്താൽ ഭയങ്കര കഷ്ടപ്പെട്ട് കൃഷി ചെയ്യേണ്ടി വന്നു. കൃഷി ಮಾಡ್ಬೇಕಂದ್ರೆ ತುಂಬಾ ಕಷ್ಟಪಟ್ಟು ಕೃಷಿ ವ್ಯವಸಾಯ ಮಾಡಬೇಕಾಯಿತು. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അഗോവർത്തി കഴിക്കാൻ കഷ്ടപ്പെടേണ്ടി വന്നു. അഗോവർത്തി കഴിക്കാൻ കഷ്ടപ്പെടേണ്ടി വന്നു. ಅವರು ಆಹಾರ ತಿನ್ನಕ್ಕೆ ತುಂಬಾ ಕಷ್ಟಪಡ್ತಾ ಇದ್ರು. കഷ്ടപ്പെടേണ്ടി വന്നു. ಅವರು ತುಂಬಾ ಕಷ್ಟಪಡಬೇಕಾಯಿತು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ನೀವು ಕೇಳ್ತಾ ಇದ್ದೀರಾ? സ്തോത്രം. ആമേൻ. പ്രത്യേകമായ സബ്ജക്റ്റ് ആണ്, എപ്പോഴും എടുക്കാൻ പറ്റിയല്ല, കാരണം ഭയങ്കര തർക്കമുള്ള ഒരു വിഷയം കൂടിയാണ്. ಇದು ಪ್ರತ್ಯೇಕವಾದ ಸಬ್ಜೆಕ್ಟ್ ಯಾವಾಗಲೂ ಕಲಿಸಕ್ಕಾಗಲ್ಲ, ನೀವು ಕೇಳ್ತಾ ಇರಬೇಕು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം മനുഷ്യനെ ശപിക്കുന്നുണ്ട്. ದೇವರು ಮನುಷ್ಯನನ್ನು ಶಾಪ ಮಾಡ್ತಿದ್ದಾರೆ. അത് 4-ാം അധ്യായത്തിൽ, ಅದು 4ನೇ ಅಧ್ಯಾಯದಲ್ಲಿ മനുഷ്യൻ രക്തം ചൊരിഞ്ഞപ്പോൾ കായീനെ ദൈവം ശപിച്ചു. ಮನುಷ್ಯನು ಭೂಮಿ ಮೇಲೆ ರಕ್ತವನ್ನು ಸುರಿಸಿದಾಗ ಕಾಯಿನನ್ನು ದೇವರು ಶಪಿಸಿದರು. 4:11 4:11 സ്തോത്രം. എന്താണ് ಏನಾಗಿದೆ അവിടെ? എന്താ പറഞ്ഞേ? ಅಲ್ಲಿ ಏನಾಗಿ നിന്റെ ಬರೆದಿದೆ? സഹോദരന്റെ ನಿನ್ನ ತಮ್ಮನ രക്തം വീണ ರಕ್ತವು ಬಿದ್ದ ഈ ഭൂമിയിൽ നീ ശാപഗ്രസ്തനാകും. ಬಿದ್ದ ಈ ಭೂಮಿಯಲ್ಲಿ ನೀನು ಶಾಪಗ್ರಸ್ತನಾಗಿ. കായീൻ ശാപഗ്രസ്തനായി തീർന്നു. ಹಾಗೆ ಕಾಯಿನನ್ನು ಶಾಪಗ್ರಸ್ತನಾದನು. ആദാമിന്റെയും ഹവ്വായുടെയും മേൽ ദൈവം പർട്ടിക്കുലർ ശാപം പറയുന്നില്ല. ಆದಾಮ್ ಅವಳ ಮೇಲೆ ದೇವರು ಶಾಪವನ್ನು ಹಾಕುತ್ತಾ പക്ഷെ അവർക്ക് ശിക്ഷ കൊടുത്തു. ಆದ್ರೆ ಅವರಿಗೆ ಶಿಕ್ಷೆಯನ್ನು ಕೊಟ್ಟರು. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ രക്തം ചൊരിഞ്ഞപ്പോൾ അത് ഒരു ശാപമായി മാറി. രക്തವು ಭೂಮಿ ಮೇಲೆ ಬಿದ್ದಾಗ ಅದೊಂದು ಶಾಪವಾಯಿತು. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ആമേൻ. എന്നാൽ തിരുവചനം പഠിപ്പിക്കുമ്പോൾ, ಅದರ ವಾಕ್ಯವು പഠിക്കുമ്പോൾ കലിയുവാക നമ്മൾ കോമൺ ആയിട്ട് ചിന്തിക്കുന്നത്, ನಾವು ಕಾಮನ್ ಆಗಿ ಚಿಂತೆ പാപം മൂലം ശാപവും രോഗവും വന്നു എന്നാണ് എഴുതി. ಪಾಪ ಮೂಲಕ ರೋಗವು ಶಾಪವು ಎಲ್ಲ ಬಂದಿದೆ ಎಂಬುದಾಗಿ. സ്തോത്രം. അത് കോമൺ ആയിട്ടുള്ള ബൈബിൾ ചിന്തയാണ്. ಅದು ಕಾಮನ್ ಆಗಿರೋ ಒಂದು ಆಲೋಚನೆ ಆಗಿದೆ. എന്നാൽ ആ ആരംഭത്തിലെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ಮೊದಲನೇ ಭಾಗಗಳನ್ನು ನಾವು ಓದುವಾಗ തന്റെ സാദൃശ്യവും സ്വരൂപവുമായ ആമേൻ ആദാമിനെയും ഹവ്വായെയും ദൈവം അപ്പോൾ ശപിക്കുന്നില്ല. ತನ್ನ ಸ್ವರೂಪದಲ್ಲಿ ಸೃಷ್ಟಿ ಮಾಡಿದ ಆದಾಮ್ ಅವಳನ್ನು ದೇವರು ಅವಾಗ ಶಪಿಸ್ತಾ ಇಲ್ಲ. എന്നാൽ കായീന് പർട്ടിക്കുലർ ദൈവ ശാപം കൊടുക്കുക. ಅದೇ ಕಾಯಿನಿಗೆ ಮಾತ್ರ ದೇವರು ಶಾಪವನ್ನು ಮಾಡ್ತಿದ್ದಾರೆ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദാമിനും ഹവ്വായ്ക്കും ഇന്നറിൽ ശാപം ഉണ്ടായി കാണും എന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ, പക്ഷെ അവിടെ എഴുതിയിട്ടില്ല. ಆದಾಮ್ಗೆ ಅವಳಿಗೆ ಶಾಪ ಉಂಟಾಗಿರ್ಬೋದು ಎಂಬುದು ನಮಗೆ ಅನ್ಕೊಳ್ಬಹುದು, ಆದ್ರೆ ಅಲ್ಲಿ ಬರೆಯಲಿಲ್ಲ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ, ഇന്ന് ನಾವು ಮುಂದೆ ಬರುವಾಗ, ആമേൻ, ശാപവും മനുഷ്യൻ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് ബൈബിളിൽ അനേക സ്ഥലത്ത് ദൈവം മെൻഷൻ ചെയ്തിട്ട് പോയി. ಮನುಷ್ಯನಿಗೆ ಉಂಟಾಗುವ ಶಾಪಗಳನ್ನು ಬೈಬಲ್ ಹಲವಾರು ಜಾಗಗಳಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ആമേൻ. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തുണ്ട്? ಆಶೀರ್ವಾದವಿದ್ರೆ ಅದರ ಜೊತೆ ശാപമുണ്ട്. ಶಾಪವೂ ಇದೆ. അനുഗ്രഹം ഉണ്ടെങ്കിൽ ശാപമുണ്ട്. ಆಶೀರ್ವಾದವಿದ್ರೆ ಅದರ ಜೊತೆ ಶಾಪವೂ ಇದೆ. ആമേൻ. ಆಮೆನ್. ജീവനുണ്ടെങ്കിൽ മരണമുണ്ട്. ಜೀವವಿದ್ರೆ ಮರಣವೂ ಇದೆ. സ്തോത്രം. ആമേൻ. സ്വർഗം ഉണ്ടെങ്കിൽ നരകമുണ്ട്. ಸ್ವರ್ಗವಿದ್ರೆ ಅಲ್ಲಿ ನರಕವೂ ಇದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ನಾವು ವಾಕ್ಯವನ್ನು ಕಲಿಯುವಾಗ ഈ
ശാപത്തിന്റെ കാര്യങ്ങൾ ഒരു പിന്തുടർച്ച പോലെ വരുന്നത് കാണാൻ പറ്റും. ಶಾಪದ ವಿಷಯಗಳು ಹಿಂಬಾಲಿಸುವಂತೆ ನಮಗೆ ഒന്നാമത് ನೋಡಬಹುದು. നമ്മൾ ചിന്തിച്ചു, ಒಂದನೇದಾಗಿ ನಾವು ಚಿಂತೆ ಮಾಡೋದ್ರಿ, ആമേൻ, എന്തുവാ, ആമേൻ, രക്തം ചൊരിഞ്ഞത് കൊണ്ട് ശാപമുണ്ടായി. ರಕ್ತವು ಭೂಮಿ ಮೇಲೆ ಸುರಿಸಲ್ಪಟ್ಟರಿಂದ ಶಾಪ രക്തം ചൊരിഞ്ഞാൽ ശാപം ഉണ്ടാകും. ರಕ್ತವು ಭೂಮಿ ಮೇಲೆ ಸುರಿಸಲ್ಪಟ್ಟರೆ ಅದರಲ್ಲಿ ಶಾಪ ഇന്ന് ഈ ಉಂಟಾಗುತ್ತೆ. ഭൂമിയിൽ വീഴുന്ന എല്ലാ രക്തച്ചൊരിച്ചിൽക്കും പിന്നെ ശാപം ഉണ്ടാകും. ಈ ಭೂಮಿ ಮೇಲೆ ಬೀಳುವ ಎಲ್ಲಾ ರಕ್ತ ಸುರಿಸುವಿಕೆ ಹಿಂದೇನು ಶಾಪ അത് ಉಂಟಾಗುತ್ತದೆ. അന്ന് ചൊരിഞ്ഞാലും ഇന്ന് ചൊരിഞ്ഞാലും ಅದು ಆವತ್ತು ಸುರಿಸಿದ್ರೇನು ಇವತ್ತು എങ്ങനെ ചൊരിഞ്ഞാലും ಹೇಗೆ ಬಿದ್ರೇನು, രക്തം മനുഷ്യ രക്തമാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ശിക്ഷയുണ്ട്. ಮನುಷ್ಯ ರಕ್ತ ಭೂಮಿ ಮೇಲೆ ಬಿದ್ರೆ ಅದರ ಹಿಂದೆ ಒಂದು ಶಿಕ್ಷೆ ಇದೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ನಾವು ಮುಂದೆ ಬರುವಾಗ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു മൽപ്പിടുത്തമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ಆಶೀರ್ವಾದಕ್ಕೋಸ್ಕರ ಒಂದು ಜಗಳವನ್ನು ಅಲ್ಲಿ ನೋಡಬಹುದು. ഏശാവും യാക്കോവും തമ്മിൽ. ಏಸಾವು ಮತ್ತೆ ಯಾಕೋಬನು, അനുഗ്രഹം പ്രാപിച്ച യാക്കോബ് ಆಶೀರ್ವಾದ ಹೊಂದ್ಕೊಂಡಿದ್ದ ಯಾಕೋಬನು തന്റെ മക്കളെ ತನ್ನ ಮಕ್ಕಳನ್ನು അനുഗ്രഹിക്കാൻ വിളിക്കുമ്പോൾ ಆಶೀರ್ವಾದ ಮಾಡಕ್ಕೆ ಕರೆದಾಗ ശീമോനെയും ലേവിയെയും ശപിച്ചു. ಶೀಮೋನನು ಮತ್ತು ಲೇವಿಯನ್ನು ಶಪಿಸಿದ. സ്തോത്രം. ಆಮೆನ್. രണ്ടുപേരെ ശപിച്ചു, രണ്ട് മക്കളെ ശപിച്ചു. ಆ ಎರಡು ಮಕ್ಕಳನ್ನು ಯಾಕೋಬನು ಶಪಿಸಿದ. ഒരുത്തനോട് പറഞ്ഞു നീ വഴി പാമ്പാന്നും പറഞ്ഞു. ಒಬ್ಬನ ಹತ್ರ ಹೇಳಿದ್ರು ನೀನ್ ದಾರಿಯಲ್ಲಿ ಹಾವಾಗಿದೆ. ദാനിനോട് പറഞ്ഞു നീ പാമ്പാണ്. ದಾನಿನ ಹತ್ರ ಹೇಳಿದ್ರು ನೀನು ಹಾವು ಮಧ್ಯದಲ್ಲಿ ಒಂದು ಹಾವಾಗಿದೆ. ദാനിന്റെ പേര് വെളിപ്പാട് പുസ്തകത്തിൽ 12 ഗോത്രങ്ങൾ കൂടി ഇല്ല. ಹಾಗೆ ದಾನನ ಹೆಸರು ಪ್ರಕಟಣೆ ಪುಸ್ತಕದಲ್ಲಿ 12 ಗೋತ್ರಗಳ ಜೊತೆಯಲ್ಲಿ ಇಲ್ಲ. 49ാമത്തെ അധ്യായത്തിൽ 49ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ഞാൻ ആ വാക്യം എല്ലായിടത്തും വായിക്കാൻ പോകുന്നില്ല, കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ನಾನು ಆ ವಾಕ್ಯವನ್ನೆಲ್ಲ ಎತ್ತಿ ಓದಿಸ್ತಾ ಇಲ್ಲ, ನೀವು ನಾನು ಹೇಳೋದನ್ನು ಕೇಳಿ. ശീമോനെയും ലേവിയെയും ശപിച്ചു. ಶೀಮೋನನು ಮತ್ತೆ ಲೇವಿಯನ್ನು ಶಪಿಸಿದ. എന്നാൽ ലേവി ಆದ್ರೆ ಲೇವಿಯು ഒരു ദൈവപ്രവൃത്തിക്ക് കൂടെ നിന്ന് ആ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ಒಂದು ದೇವರ ಕ್ರಿಯೆಗೆ ಜೊತೆ ನಿಂತು ಆ ಶಾಪದಿಂದ ಆಚೆ ಬಂದ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ലേവി ആ ശാപത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനമായി മാറി. ಹಾಗೆ ಲೇವಿ ಆ ಶಾಪದಿಂದ ಆರಿಸಲ್ಪಟ್ಟಿರೋ ಜನರಾಗಿ ಬದಲಾವಣೆಗೆ ಆದರು. എന്നാൽ ಆದರೆ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ವಿಮೋಚನ ಕಾಂಡ ಪುಸ್ತಕದಲ್ಲಿ ಬರುವಾಗ 20ാം അധ്യായത്തിൽ 20ನೇ ಅಧ್ಯಾಯದಲ್ಲಿ നമുക്ക് ഒരു കാര്യം കാണാൻ പറ്റും. ನಮಗೊಂದು ವಿಷಯ ನೋಡಕ್ಕಾಗುತ್ತೆ. ആമേൻ. ഒരു രൂപവും വിഗ്രഹം ഉണ്ടാക്കല്ലേ. ಒಂದು ರೂಪವು ಕೂಡ ನಾವು ವಿಗ್ರಹ ಮಾಡಬಾರದು. വിഗ്രഹം ഉണ്ടാക്കല്ലേ. ಯಾವುದೇ ವಿಗ್ರಹವು ಮಾಡಬಾರದು. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. വിഗ്രഹത്തെ ഉണ്ടാക്കല്ലേ. വിഗ്രഹವನ್ನು ಉಂಟು ಮಾಡಬಾರದು. വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ ವಿಗ್ರಹವನ್ನು ಉಂಟು ಮಾಡಿದ್ರೆ, നമസ്കരിക്കുകയോ ചെയ്താൽ ಅದನ್ನು ನಮಸ್ಕಾರ ಮಾಡಿದ್ರೆ, ഇത് സീനായി മലയിൽ യഹൂദന് കൊടുത്തതാണ്. ಇದು ಸೀನಾಯಿ ಬೆಟ್ಟದಲ್ಲಿ ಯೆಹೂದನಿಗೆ ಕೊಟ್ಟ ಕಟ್ಟಳೆ ಆಗಿದೆ. 4ാം തലമുറ വരെയും ശിക്ഷിക്കപ്പെടും. 4ನೇ ತಲೆಮಾರವರೆಗೂ ಶಿಕ್ಷೆ ಉಂಟಾಗುತ್ತದೆ. അപ്പൊ അപ്പന്മാർ വിഗ്രഹത്തെ ആരാധിച്ചാൽ ತಂದೆಯವರು ವಿಗ್ರಹಗಳನ್ನು ಆರಾಧನೆ ಮಾಡಿದ್ರೆ ശിക്ഷ ಶಿಕ್ಷೆಯು അടുത്ത തലമുറ അനുഭവിക്കണം. ನೆಕ್ಸ್ಟ್ ತಲೆಮಾರೆ അടുത്ത തലമുറ അനുഭവിക്കണം. ನೆಕ್ಸ್ಟ್ ತಲೆಮಾರೆ അടുത്ത തലമുറ അനുഭവിക്കണം. ಅದರ ನೆಕ್ಸ್ಟ್ ತಲೆಮಾರೆ ಅನುಭವಿಸುತ್ತೆ. ശിക്ഷ ഒരു പിന്തുടർച്ചയായിട്ട് വരും. അത് ശാപം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ಆ പറ്റും. ವಿಗ್ರಹವನ್ನು ಆರಾಧನೆ ಮಾಡಿದ್ರೆ ಆ ಶಿಕ್ಷೆ 4ನೇ ತಲೆಮಾರೆವರೆಗೂ ನಮ್ಮನ್ನು ಹಿಂಬಾಲಿಸುತ್ತದೆ. വിഗ്രഹത്തെ ആരാധിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ശാപം. ಹಾಗೆ ವಿಗ್ರಹವನ್ನು ಆರಾಧನೆ ಮಾಡೋ ಮೂಲಕ ಉಂಟಾಗುವ ಶಾಪವು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ಇದು ವಾಕ್ಯವು ನಮ್ಮನ್ನು ಕಲಿಸ್ತಾ ಇದೆ. ആമേൻ. പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിക്കാം, നിങ്ങളുടെ സംശയ നിവാരണത്തിന് വേണ്ടിയാണ്. ನಿಮ್ಮ ಡೌಟ್ ಕ್ಲಿಯರ್ ಮಾಡಿ. 49ാമത്തെ അധ്യായത്തില് 49ನೇ അപ്പൻ ಅಧ್ಯಾಯದಲ್ಲಿ അനുഗ്രഹം കൊടുക്കുമ്പോൾ ತಂದೆ ಆಶೀರ್ವಾದ ಕೊಡುವಾಗ സ്തോത്രം. ആമേൻ. എത്രയാ? 49ന്റെ 5 വായിച്ചേ. ಆದಿಕಾಂಡ 49:5. 5 ആണോ? സ്തോത്രം. അതെ. 7ാം വാക്യം വായിച്ചേ. ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്, ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. കണ്ടത് വായിച്ചേ. ജോറെ ഓതി. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. അവർക്ക് എന്തുണ്ടാകണം? ಅವರಿಗೆ ಏನುಂಟಾಗಬೇಕು? 2 വിഷയങ്ങൾ കാരണം ശപിക്കപ്പെടാം. 2 ವಿಷಯಗಳ ಮೂಲಕ ನಾವು ಶಾಪ ಹೊಂದಿಕೊಳ್ಳಬಹುದು. ಗಮನವಿಡಿ. എന്താ വിഷയം? ಏನಾಗಿದೆ ಆ ವಿಷಯವು? ഉഗ്രകോപവും ಒಂದು ಭಯಂಕರ ಕೋಪವು, കഠിന ക്രോധവും. ಮತ್ತೆ ರೌದ್ರ ಕ್ರೂರವು. ക്രോധം ರೌದ್ರ ಕ್ರೂರ എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കാൻ തക്കവണ്ണം ഉള്ള പ്ലാനുകളോടെയുള്ള കോപങ്ങൾക്ക് പിന്നിൽ ഒരു ശാപമുണ്ട്. ಬೇರೆಯವರ ಮೇಲೆ ಕ್ರೂರ ಪಡಿಸುವ ರೀತಿಯಲ್ಲಿರುವ ಕೋಪವಿದ್ರೆ ಅದರ ಮೇಲೆ ಶಾಪವಿದೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ എല്ലാം പറയുന്നില്ല, എല്ലാം പറയാനായിട്ട് നേരമില്ല. ಎಲ್ಲವನ್ನು ಹೇಳ್ತಾ ನಾನು ಹೇಳಿ ಹೋಗ್ತಾ ಇದ್ದೀನಿ. എല്ലാം കിടക്കുന്നത് ആവർത്തന പുസ്തകത്തിലാണ്. എല്ലാം ಇರೋದು
ಡ್ಯೂಟೋನಮಿಯಲ್ಲಿ എന്നാൽ മുകളിൽ കൂടെ ചില കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയ വിഷയങ്ങൾ പറഞ്ഞു പോവാണ്. ಕೆಲವು ವಿಷಯಗಳು ಮೇಲೆ ಮೇಲೆ ನಾನು ಹೇಳಿ ಹೋಗ್ತಾ ಇದ್ದೇನೆ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ವಿಮೋಚನೆ ಕಾಂಡ ಪುಸ್ತಕ 20ನೇ ശാപം ಅಧ್ಯಾಯದಲ್ಲಿ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും ಶಾಪ ಎಂಬುದಾಗಿ ಬರೆಯಲಿಲ್ಲ ಅಂದ್ರೂ ആമേൻ അവിടെ പറയുന്നു 4ാമത്തെ തലമുറയോളം സന്ദർശിക്കും. ಅಲ್ಲಿ ಬರೆದಿದೆ 4ನೇ ತಲೆಮಾರೆವರೆಗೂ ಶಿಕ್ಷೆ ಉಂಟಾಗುತ್ತೆ ಎಂಬುದಾಗಿ. ആമേൻ 5ാം വാക്യത്തിന്റെ അവസാനം അകൃത്യം 5ನೇ ವಾಕ್ಯ 3ാമത്തെയും 4ാമത്തെയും തലമുറ സന്ദർശിക്കും. 3 ಮತ್ತು 4 ತಲೆಮಾರೆವರೆಗೂ ಶಿಕ್ಷೆ ಬರುತ್ತದೆ. അടുത്ത അധ്യായത്തിൽ കാണുന്നത് ನೆಕ್ಸ್ಟ್ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡ್ತಾ ಇರೋದು ആമേൻ മാതാപിതാക്കളെ ശപിക്കുന്നവൻ ತಂದೆ ತಾಯಿಗಳನ್ನು ಶಪಿಸುವವರು ശിക്ഷാർഹനാണ്. ಅವರಿಗೆ ಶಿಕ್ಷೆಗೆ ಅರ್ಹರಾಗಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. ആമേൻ. മാതാപിതാക്കളെ ತಂದೆ ತಾಯಿಗಳನ್ನು ശപിക്കുന്നവർ. 21:17 21:17 ഒന്ന് വായിച്ചേ. അവൻ എന്ത് ചെയ്യണം? ಅವರನ್ನು ಏನು ಮಾಡಬೇಕು? പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. അപ്പനെയോ അമ്മയോ ശപിക്കുന്നവനെ കൊന്നുകളയണം. ತಂದೆ ತಾಯಿಯನ್ನು ದೂಷಿಸುವವರನ್ನು ಅವರನ್ನು ಸಾಯಿಸಬೇಕು. ഇത് ആമേൻ ഒരു ഭയങ്കരമായ നിയമം നമ്മൾ വിചാരിക്കും. ಇದು ದೊಡ್ಡ ನಿಯಮ ಎಂಬುದಾಗಿ ನಾವು ಅಂದ್ಕೊಳ್ತೇವೆ. ആ കൊലയേക്കാളും വലുതാണ് സ്വന്തം അപ്പനെയും അമ്മയെയും ശപിക്കുന്ന എന്നുള്ളത്. ആ മരണ ശിക്ഷയ്ക്കിಂತ ദೊಡ್ಡದಾಗಿದೆ ಸ್ವಂತ ತಂದೆ ತಾಯಿಗಳನ್ನು ದೂಷಿಸುವುದು. ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಹಲವಾರು ವಿಷಯಗಳು ನಾವು ಈ ತರ ಅನುಭವಗಳು ചില ಉಂಟಾಗಿರಬಹುದು. കാര്യങ്ങൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ಕೆಲವು ವಿಷಯಗಳು ನಮ್ಮನಿಗೆ ಹಿಂಬಾಲಿಸುತ್ತಿದೆ. ചില കെട്ടുകൾ നമുക്ക് വിടുതലേ ഇല്ല. ಕೆಲ ಕಟ್ಟುಗಳಿಂದ ನಮಗೆ ಬಿಡುಗಡೆನೇ ಇಲ್ಲ. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കിടന്ന് ഭയങ്കര ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയിരിക്കും. ನಾವು ಮತ್ತೆ ಕೂತು ಉಪವಾಸ ಎಲ್ಲ വിടുതലോട്ട് കിട്ടത്തുമില്ല. ಅದರ ಬಿಡುಗಡೆ ಏನು ಸಿಕ್ಕೋದಿಲ್ಲ. സ്തോത്രം. എന്താണെന്നറിയാമോ? ಯಾಕೆ ಅಂತ ಗೊತ್ತಾ? ചില കാര്യങ്ങൾ നമ്മൾ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൽ നമ്മളത് വിട്ടുകളഞ്ഞിട്ടില്ല. ಕೆಲವು ವಿಷಯಗಳಲ್ಲಿ ನಾವು ಮನ ತಿರುಗಿದ್ರೇನು ನಮ್ಮ ಹೃದಯಗಳಲ್ಲಿ ಆ ವಿಷಯಗಳನ್ನು ചില പ്രവൃത്തികൾ നമ്മൾ ദൈവത്തോട് ക്ഷമ പറഞ്ഞാലും ആ പ്രവൃത്തി വിട്ടിട്ടില്ല. ಕೆಲವು ಕ್ರಿಯೆಗಳು ನಾವು ದೇವರ ಹತ್ರ ಕ್ಷಮಾಪಣೆ ಕೇಳಿದ್ರೂ ನಾವು ಆ ಕ್ರಿಯೆಗಳನ್ನು ಇನ್ನ ಬಿಡಲಿಲ್ಲ. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മളെ പിന്തുടരുന്ന ഒരു ശിക്ഷ ആയി കിടക്കും. ಅದು ನಮ್ಮನ್ನು ಹಿಂಬಾಲಿಸುವ ಒಂದು ಶಿಕ್ಷೆ ಆಗಿರುತ್ತದೆ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ബൈക്കിലെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ಎಲ್ಲರೂ ಕೇಳ್ತಾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് നമ്മൾ വായിച്ചു മാതാപിതാക്കളെ ശപിക്കരുത്. ನೆಕ್ಸ್ಟ್ ನಾವು ಓದಿದ್ವಿ ತಂದೆ ತಾಯಿಗಳನ್ನು ಶಪಿಸಬಾರದು. അതിന് ശിക്ഷയുണ്ട്. ಅದಕ್ಕೆ ಶಿಕ್ಷೆ ಇದೆ. ആമേൻ. മുന്നോട്ട് വരുമ്പോൾ ಮುಂದೆ ಬರುವಾಗ ആമേൻ ആമേൻ ദൈവത്തിന്റെ പ്രമാണങ്ങളുടെ ലംഘനം, ದೇವರ ಕಟ್ಟಳೆಗಳನ್ನು ತಪ್ಪಿಸುವವರು. സ്തോത്രം. ഡ്യൂട്ടോണമി 28 ಧರ್ಮೋಪದೇಶಕಾಂಡ 28 15 വാക്യം ഒന്ന് വായിച്ചേ. 15ನೇ ವಾಕ್ಯ. ಮತ್ತು ದೈವ ನಿರ್ಣಯದ ಚೀಲದ ಪದಕವನ್ನು ಬುಟ್ಟೆದಾರಿ ಕೆಲಸದಿಂದ ಮಾಡಿಸಬೇಕು. ಅದನ್ನು ಕವಚದ ಕೆಲಸದಂತೆಯೇ ಚಿನ್ನದ ದಾರದಿಂದಲೂ. 1-2 ഒന്ന് വായിച്ചേ. 28 1-2. 1-2. ನೀವು ನಿಮ್ಮ ದೇವರಾದ ಯೆಹೋವನ ಮಾತನ್ನು ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಿ ನಾನು ಈಗ ನಿಮಗೆ ಬೋಧಿಸುವ ಆತನ ಆಜ್ಞೆಗಳನ್ನೆಲ್ಲ ಅನುಸರಿಸಿ ನಡೆದರೆ ಆತನು ಭೂಮಿಯ ಮೇಲಿರುವ ಎಲ್ಲಾ ಜನಾಂಗಗಳಿಗಿಂತಲೂ ನಿಮ್ಮನ್ನು ಉನ್ನತ ಸ್ಥಿತಿಗೆ ತರುವನು. സ്തോത്രം. ನಿಮ್ಮ ದೇವರಾದ ಯೆಹೋವನ ಮಾತಿಗೆ ಕಿವಿಗೊಟ್ಟು ನಡೆದರೆ ಈ ಶುಭಗಳೆಲ್ಲ ನಿಮಗೆ ಪ್ರಾಪ್ತವಾಗುವು. 27-26 ഒന്ന് വായിച്ചേ. ಅವರು ಈ ಧರ್ಮಶಾಸ್ತ್ರ ವಾಕ್ಯಗಳಿಗೆ ಒಡಂಬಟ್ಟು ಕೈಗೊಳ್ಳದೆ ಇರುವವನು ಶಾಪಗ್ರಸ್ತನು ಎನ್ನಲಾಗಿ ಜನರೆಲ್ಲರೂ ಹೌದು ಅನ್ನಬೇಕು. ഇവിടെ പറയുന്നു, ಎಲ್ಲಿ ಹೇಳ್ತಾ ಇದೆ ശ്രദ്ധിക്കുക, ಗಮನವಿಡಿ. ന്യായപ്രമാണം അനുസരിക്കാത്തത് ശാപമാണ്. ಧರ್ಮಶಾಸ್ತ್ರವನ್ನು ಕೇಳದೇ ಇರುವುದು ಶಾಪಗ್ರಸ್ತರಾಗಿದ್ದಾರೆ. ദൈവത്തെ അനുസരിക്കാത്തത് ശാപമാണ്. ದೇವರನ್ನು ಅನುಸರಿಸದೇ ಇರುವುದು ദൈവനാമത്തെ ദുഷിക്കുന്നത് ശാപമാണ്. ದೇವರ ನಾಮವನ್ನು ದೂಷಿಸುವುದು ಶಾಪವಾಗಿದೆ. ദൈവവചനത്തെ അനുസരിക്കാത്തത് ശാപമാണ്. ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳದೇ ಇರೋದು ಅದು ಶಾಪವಾಗಿದೆ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. ನಾವು ಕೆಲ ವಿಷಯಗಳು ಕಲಿತ್ರಿ. ആമേൻ. മുകളിൽ കൂടിയാണ് ಮೇಲೆ ಮೇಲೆ ಆಗಿ രക്തം ചിന്തുന്നത് ശാപമാണ്. ರಕ್ತವು ಭೂಮಿ ಮೇಲೆ ಸುರಿಯಲ್ಪಡುವುದು ಶಾಪವಾಗಿದೆ. ಮನುಷ್ಯನ ರಕ್ತವು. രണ്ടാമത് ಎರಡನೇದಾಗಿ ദൈവത്തെ വിട്ടിട്ട് ആരാധിക്കുന്നത്
ആമേൻ വിഗ്രഹത്തെ ആരാധിക്കുന്നത് ശാപമാണ്. ದೇವರನ್ನ ಬಿಟ್ಟು ಬೇರೆ ವಿಗ್ರಹಗಳನ್ನು അതിന് ಆರಾಧನೆ വേറെ ಮಾಡೋದು ഒത്തിരി വചനമുണ്ട് കേട്ടോ. ഞാൻ ആ ಶಾಪವಾಗಿದೆ. ഒരു വചനം എഴുതുന്നേ ഉള്ളൂ, ഒത്തിരി വചനം ഉണ്ടായിരുന്നു. ಇದಕ್ಕೆ ಸುಮಾರು ವಾಕ್ಯಗಳಿದೆ. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ಮೂರನೇದಾಗಿ മാതാപിതാക്കളെ ശപിക്കുന്നത് ശാപമാണ്, ഭയങ്കര ശിക്ഷ കാരണമാണ്. ತಂದೆ ತಾಯಿಗಳನ್ನು ಶಪಿಸುವುದು ಅದು ಶಾಪವಾಗಿದೆ, ಅದು ದೊಡ್ಡ ಶಿಕ್ಷೆಗೆ ಅರ್ಹರಾಗಿದ್ದಾರೆ. അഞ്ചാമതായിട്ട് ಐದನೇದಾಗಿ ന്യായപ്രമാണത്തെ അനുസരിക്കാതിരിക്കുന്ന ശാപമാണ്. ನ್ಯಾಯ ಧರ್ಮಶಾಸ್ತ್ರಗಳನ್ನು ಕೇಳದೆ ನಡೆಯುವವರಿಗೂ ಶಾಪ ಉಂಟಾಗುತ್ತದೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ആമേൻ. നമുക്ക് ഈ ന്യായപ്രമാണം യഹൂദന്മാർക്കല്ലേ കൊടുത്തേ? ಈ ಧರ್ಮಶಾಸ್ತ್ರ ಯಹೂದರಿಗೆ ತಾನೇ ಕೊಟ್ಟಿದ್ದು. ന്യായപ്രമാണത്തിന്റെ ശിക്ഷയിൽ നിന്ന് കർത്താവ് നമ്മളെ വിലക്ക് വാങ്ങി, ശാപത്തിൽ നിന്ന്. ಧರ್ಮಶಾಸ್ತ್ರದ ಶಿಕ್ಷೆಯಿಂದ ದೇವರು ನಮ್ಮ ಬೆಲೆ ജാതികൾക്ക് എന്താ ഇതിനകത്ത് കാര്യം? ಹಾಗಾದ್ರೆ ಜನಾಂಗಗಳ ಇದರ ಏನು ಸಂಬಂಧ? സ്തോത്രം. ആമേൻ. ജാതികൾക്ക് ಜನಾಂಗಗಳಿಗೆ ന്യായപ്രമാണം അവരുടെ ഹൃദയത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ಧರ್ಮಶಾಸ್ತ್ರವು ಅವರ ಹೃದಯಗಳಲ್ಲಿ ന്യായപ്രമാണം ഇല്ലെന്നുകൊണ്ട് കൊല ചെയ്യാൻ പറ്റുമോ? ಆ, ന്യായപ്രമാണം യഹൂദന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൊല ചെയ്യാൻ പറ്റുമോ? ಧರ್ಮಶಾಸ್ತ್ರ ಯಹೂದರಿಗೆ ಕೊಟ್ಟಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಹೇಳ್ಬಿಟ್ಟು ನಾವುಗೆ മോഷ്ടിക്കാൻ പറ്റുമോ? ಅದು ಬಿಟ್ಬಿಟ್ಟು ಕದಿಯಕ್ಕಾಗ. ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിൽ ദൈവം എഴുതി തന്നിട്ടുണ്ട്. ಧರ್ಮಶಾಸ್ತ್ರವು ನಮ್ಮ ಹೃದಯಗಳಲ್ಲಿ ದೇವರು ಬರೆದು ಕೊಟ್ಟಿದ್ದಾರೆ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ. അവിടെ പറയുന്നത് ന്യായപ്രമാണം ലംഘിക്കുന്നത് ശാപത്തിന് അർഹമായ പാപമാണ്. ಅಲ್ಲಿ ಬರೆದಿರೋದು ಧರ್ಮಶಾಸ್ತ್ರವನ್ನು ಕೇಳದೆ ಅದರಲ್ಲಿ ನಡೆಯದೆ ಪಾಲಿಸದೇ ಇರೋರು ಶಾಪಕ್ಕೆ ಒಳಗಾಗುವರು. ആവർത്തന പുസ്തകം 28 അധ്യായത്തിൽ ಮತ್ತೆ ವಿಮೋಚನೆ ಕಾಂಡ 28ನೇ ഒരു ಅಧ್ಯಾಯದಲ್ಲಿ വലിയ നര തന്നെ തന്നിട്ടുണ്ട്. ಒಂದು ತುಂಬಾ ಲಿಸ್ಟೇ ಕೊಟ್ಟಿದ್ದಾರೆ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വലിയ നര തന്നെ തന്നിട്ടുണ്ട്. ಒಂದು ದೊಡ್ಡ ಲಿಸ್ಟೇ ಕೊಟ್ಟಿದ್ದಾರೆ. ഇതിലൂടെയൊക്കെ പോകുന്ന ശാപമായി യഹൂദന്മാർക്ക് ദൈവം കൊടുത്തു. ಇದರಲ್ಲಿ ಹೋಗುವವರಿಗೆಲ್ಲ ಇದು ಶಾಪವಾಗಿ ದೇವರು ಯಹೂದರಿಗೆ ಕೊಟ್ಟರು. പ്രവാചക പുസ്തകങ്ങളിൽ വന്നപ്പോൾ ಆ ಪ್ರವಾದಿ ಪುಸ್ತಕಗಳಲ್ಲಿ ಬಂದಾಗ ദൈവം അവരോട് കാര്യം പറഞ്ഞു. ದೇವರು ಅವರ ಹತ್ರ ಒಂದು ವಿಷಯ ಹೇಳಿದ್ರು. മലാക്കിയുടെ പുസ്തകത്തില് ಮಲಾಕಿ ಪುಸ್ತಕ 3-ാം അധ്യായം 3ನೇ ಅಧ್ಯಾಯ അതിന്റെ സ്തോത്രം 8-ാം വാക്യം മുതൽ ಅದರ 8ನೇ ವಾಕ್ಯದಿಂದ ನರಮನುಷ್ಯನು ದೇವರಿಂದ ಕದ್ದುಕೊಳ್ಳಬಹುದೇ? ആ ನೀವು ನನ್ನಿಂದ ಕದ್ದುಕೊಳ್ಳುತ್ತಿದ್ದೀರಿ. ആ ನಿನ್ನಿಂದ ಏನು ಕದ್ದುಕೊಂಡಿದ್ದೇವೆ ಎಂದು ಕೇಳುತ್ತೀರೋ? ആ ದಶಮಾಂಶ ನನಗೋಸ್ಕರ ಪ್ರತ್ಯೇಕಿಸಬೇಕಾದ ಪದಾರ್ಥ ആ ಇವುಗಳನ್ನೇ ನೀವು ಅಂದರೆ ಈ ಜನಾಂಗದವರೆಲ್ಲ ನನ್ನಿಂದ ಕದ್ದುಕೊಳ್ಳುವವರಾದ ಕಾರಣ ಶಾಪಗ್ರಸ್ತರಾಗಿದ್ದೀರಿ. ഈ ആമേൻ ദൈവത്തിന്റെ ഭാഗം എടുക്കുന്നവർ ശാപഗ്രസ്തരാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ದೇವರ ದಶಾಂಶವನ್ನು ಕದ್ದುಕೊಳ್ಳುವವರು ಶಾಪಗ್ರಸ್ತರಾಗಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಅಲ್ಲಿ ಬರೆದಿದೆ. സ്തോത്രം. ಆಮೆನ್. പുതിയ നിയമത്തിൽ ദശാംശം ഉണ്ടോ എന്ന് ചിലർ ചോദിക്കും. ಹೊಸ ನಿಯಮದಲ್ಲಿ ದಶಾಂಶವಿದೆ ಎಂಬುದಾಗಿ ಕೆಲವರು ಕೇಳ್ತಾರೆ. പുതിയ നിയമത്തിൽ ദശാംശം ഉണ്ട്. ಹೊಸ ನಿಯಮದಲ್ಲಿ ದಶಾಂಶವಿದೆ. 2 വാക്യം പറഞ്ഞിട്ടുണ്ട്. 2 ವಾಕ್ಯವು ಬರೆದಿದೆ. ആമേൻ. അബ്രഹാം മൽക്കീസേദക്കിന് ദശാംശം കൊടുത്തു. ಅಬ್ರಹಾಮನು ಮಲ್ಕಿಸೇದಕನಿಗೆ ದಶಾಂಶವನ್ನು ಕೊಟ್ಟ. യേശു പറയുന്നു, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ മത്തായി സുവിശേഷം 23-ന്റെ ಮತ್ತಾಯಿ ಸುವಾರ್ತೆ 23 23 ആമേൻ. എല്ലാത്തിലും യഹൂദന്മാർ ദശാംശം കൊടുത്തിരുന്നു. ಎಲ್ಲಾದ್ರಲ್ಲೂ ಯಹೂದ ಜನರು ದಶಾಂಶವನ್ನು ಕೊಟ್ಟರು. നിങ്ങൾ അത് ചെയ്യുകയും ನೀವು ಅದನ್ನು ಮಾಡಿ കൂടെ കരുണയും നീതിയും ഒക്കെ ചെയ്യുകയും ചെയ്യണം. ಅದರ ಜೊತೆ ಕರುಣೆಯು ನೀತಿಯು ಎಲ್ಲವೂ ಮಾಡಬೇಕು. ശ്രദ്ധിച്ചോ? ನೀವು ಗಮನವಿಡಿ. 23 അപ്പോൾ ആമേൻ. അവര് കൊടുത്തത് കൂടാതെ ಅವರು ಕೊಟ್ಟಿದ್ದ ಜೊತೆಯಲ್ಲಿ ശിഷ്യന്മാർക്ക് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ ಶಿಷ್ಯರಿಗೆ ഒത്തിരി വചനങ്ങളുണ്ട്. ಸುಮಾರು ഞാൻ ವಾಕ್ಯಗಳಿದೆ. മുകളിൽ പറഞ്ഞു പോവാണ്. ನಾನು ಮೇಲೆ ಹೇಳಿ അപ്പോൾ ಹೋಗ್ತೇನೆ. എന്തുകൊണ്ടാണ് അവിടെ ശാപം എന്ന് പറഞ്ഞിരിക്കുന്നത്? ಯಾಕೆ ಅಲ್ಲಿ ಶಾಪ ಎಂಬುದಾಗಿ ಬರೆದಿರೋದು? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ആമേൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ ദൈവം പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഒന്നാണ്. ದೇವರಿಗೋಸ್ಕರ ಬೇರ್ಪಡಿಸಬೇಕೆಂಬುದಾಗಿ ಹೇಳಿರೋ ಕೆಲ ವಿಷಯಗಳು ഒന്ന്, ಒಂದಾಗಿದೆ. നിന്റെ കടിഞ്ഞൂലുകളെ വേർതിരിക്കണം. ಒಂದಿನದಾಗಿ ನಿನ್ನ ಮೊದಲ ಸಂತತಿಗಳನ್ನು 2, നിന്റെ ആഴ്ചവട്ടത്തിന്റെ ഒരു ദിവസം വേർതിരിക്കണം. ಮತ್ತೆ ನಿನ್ನ ವಾರದಲ್ಲಿ ಮೊದಲನೇ ದಿನ ದೇವರಿಗೋಸ್ಕರ ಇಡಬೇಕು. 3, നിന്റെ എല്ലാ ഫലങ്ങളുടെയും ആദ്യ ഫലം വേർതിരിക്കണം. ಮತ್ತೆ 3 ಎಲ್ಲಾ ಫಲಗಳಲ್ಲಿ ಪ್ರಥಮ ಫಲವನ್ನು ದೇವರಿಗೆ ಕೊಡಬೇಕು. 4, നിന്റെ നന്മകളുടെ ആമേൻ ദശാംശം വേർതിരിക്കണം. 4 നിನ್ನ ಒಳ್ಳೆತನಗಳಲ್ಲಿ ದಶಾಂಶ ഒരു കാര്യത്തിലല്ല കിടക്കുന്നത്. ಇದೊಂದು ವಿಷಯದಲ್ಲಿ ಮಾತ್ರವಲ್ಲ. അതുകൊണ്ട് അത് ശാപമാണ് എന്ന് ബൈബിൾ എഴുതി. ಅದರಿಂದ ಅದು ಶಾಪವಾಗಿದೆ ಎಂಬುದಾಗಿ ಬೈಬಲ್ ಬರೆದಿದೆ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 23-23 വായിച്ചേ. 23 ಓದಿ. ಮತ್ತಾಯಿ ಸುವಾರ್ತೆ. ಅಯ್ಯೋ ಕಪಟಿಗಳಾದ ಶಾಸ್ತ್ರಿಗಳೇ, ಫರಿಸಾಯರೇ, ನೀವು ಮರುಗ, ಸೋಂಪು, ಜೀರಿಗೆ 10ರಲ್ಲೊಂದು ಪಾಲು ಕೊಡುತ್ತೀರಿ, ಸರಿ. ಆದರೆ ಧರ್ಮಶಾಸ್ತ್ರದಲ್ಲಿ ಗೌರವವಾದದನ್ನು, ಅಂದರೆ ನ್ಯಾಯವನ್ನು, ಕರುಣೆಯನ್ನು, ನಂಬಿಕೆಯನ್ನು ಬಿಟ್ಟು ಬಿಟ್ಟಿರಿ.
ಇವುಗಳನ್ನು ಮಾಡಬೇಕಾಗಿತ್ತು, ಅವುಗಳನ್ನು ಬಿಡಬಾರದು. ಇವುಗಳು ಮಾಡಬೇಕೋ ಅವಗಳು ಬಿಡಬಾರದು. ಬಿಡಬಾರದು. പ്രൈസ് ലോർഡ്. Hallelujah. അവിടെ പറയുന്നത് ಅಲ್ಲಿ ಹೇಳ್ತಾ അത് ಇರೋದು ചെയ്യുകയും ചെയ്യണം. ಇವುಗಳನ್ನು ಮಾಡಬೇಕು. നന്മയും കരുണയും ಆ, ഇത് ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നതാണ്. ನ್ಯಾಯ, ಕರುಣೆ, ನಂಬಿಕೆ ಇದು ದೇವರ ಬಾಯಿಂದ ಬಂದಿದ್ದಾಗಿದೆ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ಎಲ್ಲರೂ ಕೇಳ್ತಾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ಇದ್ದಾರೆ, ಎಲ್ಲರೂ ಕೇಳ್ತಾ ಇದ್ದೀರಾ ഇനി ತಾನೆ? നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരാം. ಇನ್ನು ಹೊಸ ನಿಯಮಕ್ಕೆ പുതിയ ಬರೋಣ. നിയമത്തിലേക്ക് വരുമ്പോൾ ಹೊಸ ನಿಯಮಕ್ಕೆ ಬರುವಾಗ കർത്താവ്, ಕರ್ತನು ആമേൻ, കർത്താവ് ചെയ്ത കാര്യങ്ങൾ ചില ചിന്തിക്കാം. ಕರ್ತನು ಮಾಡಿದ ಕೆಲ നിങ്ങൾക്ക് ವಿಷಯಗಳು എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. ನಿಮಗೆಲ್ಲರಿಗೂ ಗೊತ್ತಿರೋ ഒരു ವಿಷಯವಾಗಿದೆ. അത്തിവൃക്ഷത്തെ ദൈവം ശപിച്ചു. ಒಂದು ಅಂಜೂರ ವೃಕ್ಷವನ್ನು ದೇವರು ಶಾಪ ಮಾಡಿದ್ರು. ശപിച്ചോ? ಶಾಪ ಮಾಡಿದ್ರ. പ്രൈസ് ലോർഡ്. ಆಮೆನ್. നിന്നിൽ ഇനി ഫലം ನಿನ್ನಲ್ಲಿನ ಫಲ ഉണ്ടാകാതെ പോകട്ടെ എന്ന് പറഞ്ഞു. ಉಂಟಾಗದೆ ಹೋಗಲಿ ಎಂಬುದಾಗಿ ಶಾಪ ಮಾಡಿದ್ರು. സ്തോത്രം. ಹಾಲೆಲೂಯಾ. അതിനെന്ത് പറ്റി? ಅದು ಹೇಗೆ ಆಗಿದ್ದು? അത് ഉണങ്ങിപ്പോയി. ಅದು ಒಣಗೋಯ್ತು. സ്തോത്രം. ಹಾಲೆಲೂಯಾ. Praise the Lord. ಹಾಲೆಲೂಯಾ. അത് ഉണങ്ങിപ്പോയി. ಅದು ಒಣಗೋಯ್ತು. ഇതെന്താ കാണിക്കുന്നത്? ಇದೇನನ್ನು ತೋರಿಸ್ತಾ ಇದೆ? ഫലമില്ലാത്ത എല്ലാ മരവും വെട്ടിക്കളയും ಕೊಡದೇ ಇರೋ ಎಲ್ಲಾ മരಗಳನ್ನು ದೇವರು എന്ന് പറഞ്ഞാൽ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ദൈവിക ഫലമില്ലാത്ത മനുഷ്യർ ശാപഗ്രസ്തരാണ്. ದೈವಿಕ ಫಲ ಕೊಡದೇ ಇರೋ ಮನುಷ್ಯರು ದೇವರ അത്തിയുടെ പുറകെ അല്ല പോയത്. ದೇವರ ಹಂದಿಯ ಹಿಂದೆ ಎಲ್ಲ ಹೋಗಿದ್ದು. ആമേൻ. ആത്മഫലങ്ങളില്ലാത്ത മനുഷ്യർ ശാപഗ്രസ്തരാണ്. ಆತ್ಮಫಲವಿಲ್ಲದೆ ಇರೋ ಮನುಷ್ಯನ ಶಾಪಗ್ರಸ್ತರಾಗಿದ್ದಾರೆ. സ്തോത്രം. ಹಾಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಾಲೆಲೂಯಾ. ആത്മഫലം എന്താണ്? ಆತ್ಮಫಲಗಳು ಏನಾಗಿದೆ? സ്നേഹം, ಪ್ರೀತಿಯು, സമാധാനം, ಸಮಾಧಾನ, സന്തോഷം, ಸಂತೋಷ, ദയ, ದಯೆ, ദീർഘക്ഷമ, ದೀರ್ಘಕ್ಷಮೆ, പരോപകാരം, ಪರೋಪಕಾರವು, വിശ്വസ്തത, ನಂಬಿಗಸ್ತತೆ, സൗമ്യത, ಸೌಮ್ಯತೆ, ഇന്ദ്രിയജയം. ಇಂದ್ರಿಯ ಜಯ. ആമേൻ. 9 വിധമായ ഫലങ്ങൾ. 9 വിധವಾದ ಫಲಗಳು. സ്തോത്രം. ആമേൻ. അപ്പോൾ കർത്താവ് ഈ മരത്തെ ശപിക്കാൻ കാരണം ಕರ್ತನ ಈ ಮರವನ್ನು എന്നിൽ കായ്ക്കാത്തതൊക്കെയും വെട്ടി എവിടെയിടും? തീയിലിടും. ನನ್ನಲ್ಲಿ ಫಲವನ್ನು ಕೊಡದೇ ಇರೋ ಎಲ್ಲ ഫലം കൊടുക്കാത്തത് ഒരു ശാപമാണ്. ಫಲ ಕೊಡದೇ ಇರೋದೊಂದು ಶಾಪವಾಗಿದೆ. സ്തോത്രം. ಹಾಲೆಲೂಯಾ. സ്തോത്രം. ಹಾಲೆಲೂಯಾ. ചെലവില്ല. ദാവീദ് പറയുന്നുണ്ട്, ದಾವೀದನು ഞാൻ ಹೇಳ್ತಿದ್ದಾನೆ, ചെലവില്ലാതെ യഹോവയ്ക്ക് ഒരു യാഗം അർപ്പിക്കത്തില്ല. ನನಗೆ ಏನು ಖರ್ಚಿಲ್ಲದೆ ನಾನು ಯೆಹೋವನಿಗೆ ಒಂದು ಯಜ್ಞವನ್ನು ಅರ್ಪಿಸೋದಿಲ್ಲ. ചുമ്മാ കൈയടിക്കാനും ചുമ്മാ പാട്ട് പാടാനും ചുമ്മാ സ്തോത്രം പറയാനും എല്ലാവർക്കും പറ്റും. ಸುಮ್ನೆ ಕೈಯೊಡಿಕೆ, ಸುಮ್ನೆ ಸ್ತೋತ್ರ ಮಾಡಕ್ಕೂ, ಸುಮ್ನೆ ಕಾಣಿಕೆ ಕೊಡಕ್ಕೆ ಎಲ್ಲರಿಂದ ಸಾಧ್ಯ. സ്തോത്രം. ಹಾಲೆಲೂಯಾ. പക്ഷെ ജീവിതം ദൈവത്തിന് കൊടുക്കാനോ? ಆದ್ರೆ ಜೀವಿತವು ದೇವರಿಗೆ ಕೊಡಕ್ಕೋ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. സുവിശേഷം പറയാൻ പോകാനോ? ಸುವಾರ್ತೆ ಸಾರಕ್ಕೆ ಹೋಗಕ್ಕೋ, ദൈവം നമുക്ക് തരുന്ന നന്മകൾ ദൈവരാജ്യത്തിന് വേണ്ടി പങ്കിടാനോ? ದೇವರು ನಮಗೆ ಕೊಡೋ ಒಳ್ಳೆತನಗಳನ್ನು ದೇವರ ರಾಜ್ಯಕ್ಕೆ ചെലവുള്ളത് വരുമ്പോൾ വലിയുന്നവരുണ്ട്. ನಮಗೆ ಖರ್ಚು ಬರುವಾಗ ನಾವು ಎಸ್ಕೇಪ್ ಆಗ್ತೀವಿ. പ്രൈസ് ദി ലോർഡ്. ಹಾಲೆಲೂಯಾ. ദൈവം നമ്മളിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നു. ದೇವರು ನಮ್ಮಿಂದ ಫಲವನ್ನು ನಿರೀಕ್ಷಿಸುತ್ತಾರೆ. സ്തോത്രം. ಹಾಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಹಾಲೆಲೂಯಾ. ആമേൻ. രണ്ടാമത് കർത്താവ് ಎರಡನೇದಾಗಿ ಕರ್ತನು ഒരു 2-3 പട്ടണത്തെ ശപിക്കുന്നുണ്ട്. 2-3 ಪಟ್ಟಣಗಳನ್ನು ಶಾಪ ಮಾಡೋದು. ഒന്ന് കഫർനഹൂം, ಒಂದು ಕಪರ್ನಹೂಮ್, 2 ബെത്സയിദ, 2 ಬೆತ್ಸೈದ, 3 കോരസിൻ, 3 ಕೋರಸ್, 4 യെരൂശലേം. 4 ಯೆರೂಷಲೇಮ್. ഈ പട്ടണങ്ങൾ ಈ ಪಟ್ಟಣಗಳು ഇന്ന് വരെയും കെട്ടപ്പെട്ടിട്ടില്ല. ಇವತ್ತುವರೆಗೂ ಅದು ಕಟ್ಟಲ್ಪಡಲಿಲ್ಲ. സ്തോത്രം. ನಾಶದಲ್ಲಿ. ಆಮೆನ್. യെരൂശലേം കെട്ടപ്പെട്ടു. ಯೆರೂಷಲೇಮ್ പക്ഷേ ಕಟ್ಟಲ್ಪಟ್ಟು, ഇന്ന് വരെയും ആ കഷ്ടതയിൽ നിന്ന് മാറാൻ അവർക്ക് ಅದು പറ്റിയിട്ടില്ല. ಇವತ್ತುವರೆಗೂ ಆ ಕಷ್ಟದಿಂದ ಆಚೆ മറ്റു ಬರಕಾಗಲಿಲ್ಲ. പട്ടണങ്ങളൊക്കെ ശൂന്യമായി കിടക്കുക. ಬೇರೆ ಪಟ್ಟಣಗಳೆಲ್ಲ ನಾಶವಾಗಿದೆ. ദൈവം പട്ടണങ്ങളെ ശപിച്ചു. ದೇವರು ಪಟ್ಟಣಗಳನ್ನು ಶಾಪ ಮಾಡೋದು. സ്തോത്രം. ಹಾಲೆಲೂಯಾ. ദൈവത്തിന്റെ പ്രവൃത്തികളെ ದೇವರ ಕ್ರಿಯೆಗಳನ್ನು വിശ്വസിക്കാത്ത ನಂಬದೇ ಇರುವ ജനതതികളുള്ള ಜನಗಳಿರುವ സ്ഥലങ്ങൾ, ಜಾಗಗಳು, ദേശങ്ങൾ, ದೇಶಗಳು, ರಾಜ್ಯಗಳು ശാപത്തിന്റെ കീഴിലാണ്. ಶಾಪದ ಕೆಳಗಡೆ ಆಗಿದೆ. സ്തോത്രം. ಹಾಲೆಲೂಯಾ. കർത്താവ് പറയുന്നു, ಕರ್ತನು ಹೇಳ್ತಿದ್ದಾರೆ, വലത്തുള്ളവരോട് ಎಡಗಡೆ എന്റെ ಇರುವವರಿಗೆ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ನನ್ನ ತಂದೆಯಿಂದ ಆಶೀರ್ವಾದ, ഇടത്തുള്ളവരോട് ಬಲಗಡೆ ಇರುವರು ശപിക്കപ്പെട്ടവർ. ಶಾಪಗೊಂಡಿದವರು. സ്തോത്രം. ಹಾಲೆಲೂಯಾ. അപ്പോൾ ആമേ പട്ടണങ്ങൾ ശാപത്തിന്റെ കീഴിലാകും. കർത്താവ് ശപിച്ചതായിട്ട് ബൈബിളുണ്ട്. ಪಟ್ಟಣಗಳು ಕೂಡ ಶಾಪದ ಕೆಳಗಡೆ ಆಗುತ್ತೆ ಎಂಬುದಾಗಿ ಕರ್ತನು ಕೂಡ ಶಾಪ ಮಾಡಿದ್ದಾರೆ. ಅದು കർത്താവ് ಬೈಬಲಲ್ಲಿ ഒരു ಇದೆ. മനുഷ്യനെ ശപിച്ചു. ಕರ್ತನೊಂದು ಮನುಷ್ಯನನ್ನು ಶಾಪ ಮಾಡಿದ. ശാപഗ്രസ്തൻ എന്ന് വിളിച്ചു. ಶಾಪಗ್ರಸ್ತನೆಂಬುದಾಗಿ ಅದು ಯೂದಾയാണ്. ಅವನು ಯೂದ ಆಗಿದೆ. അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു. ಅವನು ಹೋಗಿ ಸೂಸೈಡ್ ಮಾಡ್ಕೊಂಡ. പ്രൈസ് ദി ലോർഡ്. ಹಾಲೆಲೂಯಾ. പിന്നെ കർത്താവ് ಮತ್ತೆ ಕರ್ತನು ആമേൻ യഹൂദന്മാരെ പരീശന്മാരും ശാസ്ത്രിമാരുമായിട്ടുള്ളവരെ ശപിച്ചു. ಮತ್ತೆ ಯಹೂದ ಜನರಲ್ಲಿ ಪರಿಸರು ಮತ್ತೆ ಶಾಸ್ತ್ರೀಯರನ್ನು ಶಾಪ ಮಾಡಿದ್ರು. സ്തോത്രം. Hallelujah. എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കും. ಎಲ್ಲದರಲ್ಲೂ ತಪ್ಪನ್ನು ಕಂಡುಹಿಡಿತಾರೆ. ഭയങ്കര ഭക്തിയാണ് അഭിനയിക്കും. ತುಂಬಾ ಭಕ್ತಿ ಎಂಬುದಾಗಿ ನಾಟಕ സ്തോത്രം. ಮಾಡ್ತಾರೆ. പ്രൈസ് ദി ലോർഡ്. Hallelujah. ഒരിക്കലും
തങ്ങളിലേക്ക് നോക്കാത്ത ഒരു കൂട്ടരായിരുന്നു പരീശന്മാര് ശാസ്ത്രിമാര്. ಒಮ್ಮೆ ಕೂಡ ಅವರ ಹೃದಯಗಳನ್ನು ನೋಡದೇ ಇರೋ ವ್ಯಕ್ತಿಗಳಾಗಿತ್ತು അവർ ಫರಿಸಾಯರು, ಶಾಸ್ತ್ರಿಗಳು. കാണുന്നവർക്കെല്ലാം കുറവാണ്, ಅವರು ಬೇರೆಯವ್ರನ್ನ ನೋಡುವವರೆಲ್ಲ ಕೊರತೆ ಕಂಡಿಡಿತಾರೆ. അവര് മാത്രം മെച്ചപ്പെട്ട. ಅವರು ಮಾತ್ರ ಪರಿಶುದ್ಧರು. സ്തോത്രം. Hallelujah. അവരെ കർത്താവ് സർപ്പസന്തതികളെ എന്ന് വിളിച്ച് ശപിച്ചു. ಅವರನ್ನು ಸರ್ಪ ಸಂತತಿಗಳೆಂಬುದಾಗಿ ದೇವರು ಕರೆದು ಶಾಪ ಮಾಡಿದ್ರು. സ്തോത്രം. Hallelujah. അപ്പോൾ കർത്താവിന്റെ വായിൽ നിന്ന് ശാപം വന്നത് പട്ടണങ്ങൾക്ക്, ಕರ್ತನ ಬಾಯಿಂದ ಶಾಪ ಬಂದಿದ್ದು ಪಟ್ಟಣಗಳ ಮೇಲೆ, ವ್ಯಕ್ತಿಗಳ ಮೇಲೆ, ಮರದ ಮೇಲೆ, ഇതൊക്കെയും ആമേൻ അങ്ങനെ ആക്കി മാറ്റപ്പെട്ടു. ಇದಾಗಿಯೇ ಬದಲಾವಣೆ ಆಯಿತು. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ಬೈಬಲಲ್ಲಿ ಒಂದು ವಾಕ್ಯವಿದೆ. ആമേൻ ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. നാലിಗೆಯ ಅಧಿಕಾರದಲ್ಲಿದೆ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ആമേൻ സദൃശവാക്യങ്ങളിൽ 26-ാം അധ്യായം 26ನೇ ಅಧ್ಯಾಯದಲ್ಲಿ അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? ಅದ 2ನೇ ವಾಕ್ಯ ಓದೋಣ. ಜ್ಞಾನೋಕ್ತಿಗಳು 26:2. 26-ന്റെ 2-ാം വാക്യം 26:2 ഒന്ന് വായിച്ചേ ഉറക്കെ. ಕುಪ್ಪಳಿಸುತ್ತಿರುವ ಗುಬ್ಬಿಯಂತೆ ಹಾರಾಡುವ ಬಾನಕ್ಕಿ ಹಾಗೆ ನಿಮಿತ್ತವಿಲ್ಲದೆ ಕೊಟ್ಟ ಶಾಪವು ಎರಗಿ ನಿಲ್ಲದು. ഇവിടെ ശ്രദ്ധിക്കുക, ಇಲ್ಲಿ ಗಮನವಿಡಿ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ പോലായിരിക്കും. ನಾವೊಂದು ತಪ್ಪು ತಿಳುವಳಿಕೆ. ബൈബിൾ ശ്രദ്ധിക്കുക, ಬೈಬಲನ್ನು ನೋಡಿ. ആമേൻ. കാരണമില്ലാത്ത ശാപം ನಿಮಿತ್ತವಿಲ್ಲದೆ നമുക്ക് ഫലിക്കത്തില്ല. ನಮ್ಮ ಮೇಲೆ ಬೀಳೋದಿಲ್ಲ. അത് അധ്യാപകൻ ശപിച്ചാലും, ಅದು ಟೀಚರ್ ಶಾಪ ಮಾಡಿದ್ರು, മാതാപിതാക്കൾ ശപിച്ചാലും, ತಂದೆ ತಾಯಿಗಳು ಶಾಪ ಮಾಡಿದ್ರು, സഹോദരങ്ങൾ ശപിച്ചാലും, ಸಹೋದರರು ಶಾಪ ಮಾಡಿದ್ರು, ആര് ശപിച്ചാലും, ಯಾರೇ ಶಾಪ ಮಾಡಿದ್ರು. സ്തോത്രം. ശ്രദ്ധിക്കുക, ಗಮನವಿಡಿ. ഒരു കാരണമില്ല എങ്കിൽ ಅದಕ್ಕೆ ಒಂದು ನಿಮಿತ್ತವಿಲ್ಲದೆ ശാപം ഫലിക്കത്തില്ല. ಆ ಶಾಪವು ಫಲಿಸೋದಿಲ್ಲ. സ്തോത്രം. ಆಮೆನ್. ഇത് വചനം പറയുന്ന, ಇದು ವಾಕ್ಯವಾಗಿದೆ ಹೇಳ್ತಾ ಇರೋದು. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ചില ഭാരത്തിൽ നിന്ന് പുറത്തു പോവാം. നമ്മൾ ചിലപ്പോൾ തെറ്റ് ചെയ്യാതെ, ನಾವು ತಪ್ಪು ಮಾಡದೆ, ചിലർ നമ്മളെ ശപിച്ചിട്ടുണ്ട്, ಕೆಲವರು ನಮ್ಮನ್ನ ಶಾಪ ಮಾಡಿರೋದು, നമ്മുടെ ഒരു ഭാരമായിട്ട് കിടക്കുന്നുണ്ട്. ಅದು ನಮ್ಮ ಹೃದಯಗಳಲ್ಲಿ ആ ഭാരം വിട്ടുകളഞ്ഞേക്ക്, ಆ ಭಾರವನ್ನು ನಾವು ಬಿಟ್ಟು ಬಿಡೋಣ, ആ നോവ് വിട്ടുകളഞ്ഞേക്ക്. ಆ ನೋವನ್ನು ಬಿಟ್ಟು ಬಿಡೋಣ. കാരണം കൂടാത്ത ഒരു ശാപവും ഫലിക്കത്തില്ല. ನಿಮಿತ್ತವಿಲ್ಲದೆ ಇರೋ ಒಂದು ಶಾಪವು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬಲಿಸೋದಿಲ್ಲ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲൂಯ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ഈ ബിലയാമിനെ കൊണ്ടുപോവാണ്. ಈ ಬಿಲ್ಯಾಮನನ್ನು ಕರ್ಕೊಂಡು എന്തിനാ ಹೋಗ್ತಿದ್ದಾರೆ. കൊണ്ടുപോകുന്നേ? ಯಾಕೆ ಕರ್ಕೊಂಡು ಹೋಗಿದ್ರು? ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ. ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು ಶಾಪ ಮಾಡಕ್ಕೆ. അപ്പം ഇലയാം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ಬಿಲ್ಯಾಮನ ಹೇಳೋ ಕೆಲವು ವಿಷಯಗಳಿದೆ. ഇലയാം പറയാണ്, ಬಿಲ್ಯಾಮನ ಹೇಳ್ತಿದ್ದಾನೆ, ഞാൻ അവരെ ശിലാഗ്രഹങ്ങളിൽ കാണുന്നു, ನಾನು ಅವರನ್ನು ಶಿಲಾಗ್ರಹಗಳಲ್ಲಿ ನೋಡುತ್ತಿದ್ದೇನೆ. തനിച്ചു പാർക്കുന്ന ജനം, ಒಬ್ಬಂಟಿಯಾಗಿ ವಾಸ ജാതികളുടെ കൂടെ എണ്ണുന്നില്ല, ಜನಾಂಗಗಳ ಜೊತೆ ಇಲ್ಲ. എന്താണ് ഇസ്രായേലിന് ആഭിചാരം ഫലിക്കത്തില്ല എന്ന് പറഞ്ഞത്? ಯಾಕೆ ಇಸ್ರಾಯೇಲ್ ಮೇಲೆ ಆಪಿಚಾರ ಮಾಟಮಂತ್ರ ಫಲಿಸೋದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. ചില കാര്യങ്ങളുണ്ട്. ಕೆಲವು ವಿಷಯಗಳಿದೆ. അവർ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ಅವರು ರಕ್ತದಿಂದ അവർ ವಿಮೋಚನೆಗೊಂಡಿದ್ದಾರೆ. ചെങ്കടലിൽ സ്നാനം കഴിഞ്ഞു. ಅವರು ಕೆಂಪು ಸಮುದ್ರದಲ್ಲಿ ದೀಕ್ಷಾ ಸ್ನಾನ അത് ತಗೊಂಡ್ರು. മാത്രമല്ല, ಅದು അവർ ಮಾತ್ರವಲ್ಲ, തനിച്ചു പാർക്കുന്ന ജനമാണ്. ಅವರು ಒಬ್ಬಟ್ಟಿಯಾಗಿ ವಾಸ ಮಾಡೋ ജാതികളുടെ കൂടെ മിംഗിളായിട്ട്. ಅವರು ജനാಂಗಗಳ ಜೊತೆ ಸೇರೋದಿಲ್ಲ. കണ്ടോ, കാരണമില്ലാതെ ശപിക്കാൻ പറ്റത്തില്ല എന്ന് ബിലയാം പറയുക. ನಿಮಿತ್ತವಿಲ್ಲದೆ ಒಂದು ಜನಾಂಗವನ್ನು ಶಾಪ ಮಾಡಕ್ಕಾಗಲ್ಲ ಎಂಬುದಾಗಿ അവൻ ಬಿಲ್ಯಾಮನ ಹೇಳ್ತಿದ್ದಾನೆ. ആകുന്നു നോക്കി, ಅವನು ಆಗುವಷ್ಟು ನೋಡಿದ, പക്ഷെ അതെല്ലാം അനുഗ്രഹമായി ഭവിച്ചു. ಅದೆಲ್ಲ ಆಶೀರ್ವಾದವಾಗಿ ಫಲಿಸಿತು. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവസാനം ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ ಕೊನೆಯದಾಗಿ ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು ಸೋಲಿಸಕ್ಕೆ അവൻ പറഞ്ഞു, ಅವನು ಹೇಳಿದ, മോവാബിയ സ്ത്രീകളുമായിട്ട് ഇവരെ മിങ്കിള് ചെയ്യാൻ വിടുക. ಮೋವಾಬಿ ಸ್ತ್ರೀಯರಾಗಿ ಇವರನ್ನು ಮಿಂಗಲ್ അങ്ങനെ ಮಾಡಿ ഒരു പാപത്തിൽ വീണപ്പോ ಆಗಿ ಇವರು ಪಾಪದಲ್ಲಿ അവരുടെ ಬಿದ್ದಾಗ മേൽ തോൽവിയും ശാപവും. ಅವರ ಮೇಲೆ ಸೋಲ್ವಿಕೆ ಮತ್ತೆ ಶಾಪವು ಬಂದು Praise the ಬೀಳ್ತು. Lord. ಹಲ್ಲೆಲೂಯ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേൾക്കുക. ದೇವರ ಆತ್ಮನ ಹೇಳುವುದನ್ನು നിങ്ങൾ ಕೇಳಿ. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, ನೀ ರಕ್ಷಣೆ ಹೊಂದ್ಕೊಂಡಿದ್ರೆ, സ്നാനപ്പെട്ടതാണെങ്കിൽ, ದೀಕ್ಷಾ ಸ್ನಾನ ತಗೊಂಡಿದ್ರೆ, വിശ്വാസത്തിലാണെങ്കിൽ, ನಂಬಿಕೆಯಲ್ಲಾಗಿದ್ದರೆ, കാരണം കൂടാതെയുള്ള ಆ ನಿಮಿತ್ತವಿಲ್ಲದೆ ഒരു ശാപവും ಒಂದು ಶಾಪವು ഇപ്പോൾ നിങ്ങളെ ഫലിക്കത്തില്ല. ಈಗ ನಿಮ್ಮ ಮೇಲೆ ಬಲಿಸೋದಿಲ್ಲ. ഇപ്പോൾ നിങ്ങളെ ഫലിക്കത്തില്ല. ಈಗ ನಿಮ್ಮ ಮೇಲೆ ಬಲಿಸೋದಿಲ್ಲ. സ്തോത്രം. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. എന്നാൽ ಆದರೆ ആമേൻ ശിക്ഷാവിധികൾ പിന്തുടരുന്നുണ്ടോ? ಶಿಕ್ಷಾ ವಿಧಿಗಳು ನಮ್ಮನ್ನು ಹಿಂಬಾಲಿಸುತ್ತಾ? എന്തെങ്കിലും എന്റെ ജനറേഷൻ ബൈ ജനറേഷൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടോ? ನಮ್ಮ ಹಿಂದಿನ ತಲೆಮಾರುಗಳಿಂದ ಉಂಟಾಗುವ ಶಾಪಗಳಿದೆಯಾ? അതിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് ಅದಕ್ಕೆ ಕಾರಣ ಏನೆಂಬುದಾಗಿ ತಿಳ್ಕೊಂಡು പരിഹാരം ചെയ്യാനായിട്ടുള്ളതാണെങ്കിൽ
ಪರಿಹಾರ ಮಾಡಬೇಕಾಗಿದ್ರೆ പരിഹാരം ചെയ്യണം. ಅದಕ್ಕೆ ಪರಿಹಾರ ಮಾಡಬೇಕು. നേർച്ചയല്ല, ಕಾಣಿಕೆ Praise the ಕೊಡುವುದಲ್ಲ. Lord. Hallelujah. ആമേൻ. പരിഹാരം ചെയ്യണം, നമ്മൾ ചെയ്യണം. ಅರಕೆ ನಾವು ಮಾಡಬೇಕು. ആമേൻ. സക്കായി പറയാണ്, ಸಕಾಯನು ಹೇಳ್ತಿದ್ದಾನೆ, ഞാൻ മോഷ്ടിച്ചതിന്റെ 4 ഇരട്ടി കൊടുക്കും. ನಾನು ಕದ್ದುಕೊಂಡಿದ್ದರಿಂದ 4ರಷ್ಟು ಸ್ತೋತ್ರ. ಹೆಚ್ಚಿಗೆ ನಾನು ವಾಪಸ್ ಕೊಡ್ತೇನೆ. Praise the Lord. Hallelujah. ഇല്ലെങ്കിൽ കർത്താവിനോട് നമ്മൾ ക്ഷമ പറയണം. ಇಲ್ಲದಿದ್ರೆ ಕರ್ತನ ಹತ್ರ ನಾವು ಕ್ಷಮಾಪಣೆ തെറ്റിപ്പോയി. ಕರ್ತನೆ ತಪ್ಪಾಯಿತು, ഇങ്ങനെയൊക്കെ പാളിച്ച സംഭവിച്ചു. ಈಗೆಲ್ಲ ತಪ್ಪಾಯಿತು. എന്തെല്ലാം അനുഭവങ്ങളാണ് ശാപത്തിന് കാരണമെന്ന് അറിയാമോ? ಏನೆಲ್ಲ ಅನುಭವಗಳು ಗೊತ್ತಾ ಶಾಪಕ್ಕೆ ಕಾರಣವು? അനേക കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങൾ മുറിവേറ്റിട്ടുണ്ട്. ಹಲವಾರು ಮಕ್ಕಳ ಹೃದಯಗಳು ಒಡೆದು പ്രായമായവരുടെ ജീവിതത്തിൽ പിന്തുടരുന്ന ചില കാര്യങ്ങളുണ്ട്. ವಯಸ್ಸಾಗಿರೋರ ಜೀವಿತಗಳ ಹಿಂದೆ ಹಿಂಬಾಲಿಸುವ ಶಾಪಗಳಿದೆ. നിങ്ങൾ കടന്നുപോയ ചില ഇരുട്ടിന്റെ വഴികളുണ്ട്. ನೀವು ಹಾದೋಗಿರೋ ಕೆಲವು ಕತ್ತಲೆ ചില രഹസ്യമായ ജീവിതങ്ങളുണ്ട്. ಕೆಲವು ರಹಸ್ಯವಾಗಿರೋ ಜೀವಿತಗಳಿದೆ. സ്തോത്രം. Hallelujah. Praise the Lord. Hallelujah. ചിലർ വച്ച് കെട്ടിയ ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ಕೆಲವರು ಹಾಕಿ ಕಟ್ಟಾಕಿರೋ ಕೆಲ ചില ಶಾಪಗಳಿದೆ. കൂട്ടുകെട്ടുകളിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ಕೆಲವರು ಫ್ರೆಂಡ್ಶಿಪ್ ಮೂಲಕ ಉಂಟಾಗಿರೋ ಶಾಪಗಳು. ചിലരെ നിങ്ങൾ ഉപദ്രവിച്ചതിന്റെ ചില ശാപങ്ങൾ കിടക്കുക. ಕೆಲವರು ನಿಮ್ಮನ್ನು ತೊಂದರೆ ಮಾಡಿ ನಿಮ್ಮ ಮೇಲೆ ಉಂಟಾಗಿರೋ ಶಾಪಗಳಿದೆ. സ്തോത്രം. ചില കാര്യങ്ങൾ ಕೆಲವು ವಿಷಯಗಳು കാൽവരിയിൽ ഇപ്പോൾ ഏറ്റുപറയേണ്ട ആവശ്യമുണ്ട്. എല്ലാവരും അല്ല, ചിലര് ಕಲ್ವಾರಿ ಮುಂದೆ ಕೆಲವರು ഒരു വിടുതലിന് വേണ്ടി ഏറ്റുപറയേണ്ട ആവശ്യമായിട്ടുണ്ട്. ಎಲ್ಲರೂ ಅಲ್ಲ, ಕೆಲವರು ಅದನ್ನು ಅರಕೆ ಮಾಡಿ ಬಿಡುಗಡೆಯನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು. സ്തോത്രം. Hallelujah. Praise the Lord. Hallelujah. സ്തോത്രം. Hallelujah. Praise the Lord. Hallelujah. നോക്കൂ, ദൈവത്തിന്റെ വചനം ആമേൻ പറയുന്ന ചില കാര്യങ്ങൾക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ದೇವರ ವಾಕ್ಯ ಹೇಳುವ ಕೆಲವು ವಿಷಯಗಳ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ಅಬ್ರಹಾಮನ ಹತ್ರ ದೇವರು നിന്നെ ಹೇಳುವುದು, ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ನಿನ್ನನ್ನು ಶಪಿಸುವವರನ್ನು ನಾನು ദൈവം ಶಪಿಸುತ್ತೇನೆ. തെരഞ്ഞെടുത്ത് ದೇವರು ಆರಿಸಿಕೊಂಡು ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തിയെ ದೇವರು ಆಶೀರ್ವಾದ ಮಾಡಿದ ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ശപിക്കാനായിട്ട് വായു ഉയർത്തിയാൽ ಶಾಪ ಮಾಡಕ್ಕೆ ಒಬ್ಬರು അത് ಬಾಯಿ നമ്മുടെ ತೆರೆದರೆ തലയിൽ ആ ശാപമായിട്ട് തീർന്നിട്ടുണ്ട്. ಅವನ ಮೇಲೆ ಅದು ಶಾಪವಾಗುತ್ತದೆ. ശ്രദ്ധിക്കുക. ಗಮನವಿಡಿ. Praise the Lord. Hallelujah. ദൈവം ആക്കിയ വചന, ബൈബിളിൽ വേറൊരു വചനം ഇങ്ങനെയാണ്, ಬೈಬಲಲ್ಲಿ ಬೇರೆ ಒಂದು ವಾಕ್ಯವಿದೆ, നിന്റെ ജനത്തിന്റെ അധിപതിയെ നീ ശപിക്കരുത്. ನಿನ್ನ ಜನರ ಅಧಿಪತಿಯನ್ನು ನೀನು ദൈവം ಶಾಪ ആക്കി ಮಾಡಬಾರದು. വെച്ച അധികാരങ്ങളെ ದೇವರು ಹಾಕಿಟ್ಟಿರೋ ಅಧಿಕಾರ ശപിക്കാനായിട്ട് നീ വായു തുറന്നാൽ ಶಾಪ ಮಾಡಕ್ಕೆ ನೀನು അത് ಬಾಯಿ നിന്റെ ತೆರೆದರೆ ജീവിതത്തിൽ ശാപമായി ಅದು കിടപ്പുണ്ട്. ನಿನ್ನ ಜೀವಿತದಲ್ಲಿ പൊട്ടിച്ചേ ಶಾಪವಾಗುತ್ತದೆ. തീരുള്ളൂ. ಅದು ನೀವು ಒಡೆದಾಕಬೇಕು. ക്ഷമ ചോദിക്കണം. ನೀನು ಕ್ಷಮಾಪಣೆ Praise the ಕೇಳಬೇಕು. Lord. Hallelujah. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, ಕರ್ತನ നിന്നെ ಅಬ್ರಹಾಮನ ಹತ್ರ ಹೇಳುವುದು, ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ನಿನ್ನನ್ನು ಶಪಿಸುವವರನ್ನು ನಾನು ദൈവത്തിൽ നിന്ന് ಶಪಿಸುತ್ತೇನೆ. നേരിട്ട് ശാപം, മനുഷ്യരാലല്ല, മനുഷ്യരിಂದಲ್ಲ. ദൈവത്താൽ നേരിട്ട് ശാപം വന്നവൻ, ದೇವರಿಂದ ನೇರವಾಗಿ ಶಾಪ ദൈവത്താൽ ಬೀಳುತ್ತದೆ. ശാപം വന്നവൻ. ದೇವರಿಂದ ಶಾಪ എങ്ങനെയാണ് ಬಂದಿದೆ. ಹೇಗೆ ദൈവം ಆಗಿದೆ? തെരഞ്ഞെടുത്തവരെ ശപിച്ചിട്ട് ദൈവത്താൽ ശാപം വന്നവൻ? ದೇವರು ಆರಿಸಿಕೊಂಡಿದ್ದವರ ಮೇಲೆ ನಾವು നിങ്ങൾ ಶಾಪ പറയും, ಮಾಡಿದ್ರೆ ഇതൊന്നുമില്ല, ದೇವರಿಂದ ನಮಗೆ ಶಾಪ ഇതൊന്നുമില്ല ಉಂಟಾಗುತ್ತದೆ. എന്നാണ്. സ്തോത്രം. Hallelujah. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. Hallelujah. ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ സംഭവിക്കാൻ ಈ പോകുന്നു. ಆಗಲ ಜಾಗದಲ್ಲಿ ಒಂದು ಬಿಡುಗಡೆ ನಡೆಯುತ್ತದೆ. സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. Amen. ആമേൻ. Hallelujah. ഒത്തിരി വിഷയങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അനേക താളപ്പഴകളുണ്ട്. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬಂದ ಹಲವಾರು ಕೊರತೆಗಳಿದೆ. ആമേൻ. അതിലേക്ക് നമ്മൾ കടന്നു വരേണ്ടി വരും. ಅದರ ಕಡೆಗೆ ನಾವು ವಾಪಸ್ ಬರೋಣ. ന്യായപ്രമാണം ನ್ಯಾಯ ಧರ್ಮಶಾಸ್ತ್ರ ജാതികളുടെ മേൽ കെട്ടിവെച്ച ಜನಾಂಗಗಳ ಮೇಲೆ ಕಟ್ಟಾಕಿರುವ എല്ലാ ശാപത്തിൽ നിന്നും ಎಲ್ಲಾ ಶಾಪಗಳಿಂದ യഹൂദനെയും ജാതിയെയും ಯಹೂದರ ಜನರನ್ನು യേശു ಜಾತಿಗಳನ್ನು വിടുവിച്ചു. ಯೇಸು ಬಿಡುಗಡೆ ಮಾಡಿದ್ರು. ആമേൻ. ആദാമിനോട് ദൈവം പറഞ്ഞു, ಆದಾಮನ ಹತ್ರ ದೇವರು ಹೇಳಿದ್ರು, നീ പാപം ചെയ്തുകൊണ്ട് ನೀನು ಪಾಪ ಮಾಡಿದ್ದರಿಂದ ഈ നിലത്ത് ಈ ಭೂಮಿಯ ಮೇಲೆ മുള്ളുണ്ടാകും, ಮುಳ್ಳು ಉಂಟಾಗುತ್ತದೆ, പരക്കാരി ഉണ്ടാകും. ಬೇಡದಿರೋ ಗಿಡಗಳು സ്തോത്രം. ಉಂಟಾಗುತ್ತದೆ. Hallelujah. അത് ശാപത്തിന്റെ ഒരു നിഴലാണ്. ಅದು ಶಾಪದೊಂದು ആ മുള്ളും ನೆರಳಾಗಿದೆ. ആ പരക്കാരി. ಆ ಮುಳ್ಳು ಮತ್ತೆ പക്ഷെ ಬೇಡದಿರೋ നേരിട്ട് ಗಿಡಗಳು. ശപിക്കുന്നതായിട്ട് കാണുന്നില്ല. ಅದು ದೇವರು ಶಾಪ ಮಾಡೋದನ್ನು ನಾವು അതുകൊണ്ട് ನೋಡಕ್ಕಾಗಲ್ಲ. യേശു ಆದ್ರಿಂದ ಯೇಸು ഏറ്റവും ക്രൂരമായ ತುಂಬಾ ಕ್ರೂರವಾಗಿರುವ മുള്ളുകൾ ಮುಳ್ಳುಗಳನ್ನು തന്റെ തലയിൽ അടിച്ചു കയറ്റി ತನ್ನ ತಲೆ ಮೇಲೆ ಅವರು ಒಡೆದು നമ്മുടെ ಸೇರಿಸಿದರು. ശാപത്തെ ನಮ್ಮ ಶಾಪವನ್ನು ക്രൂശിൽ വഹിച്ചു. ಕ್ರೂಸ್ ಶಿಲುಬೆಯಲ್ಲಿ ആ ವಹಿಸಿಕೊಂಡರು. മുള്ളുകൾ തന്നെയാണ് ಆ ಮುಳ್ಳುಗಳಾಗಿದೆ യേശുവിന്റെ കൈകളിലും കാലുകളിലും അടിക്കപ്പെട്ടത്. ಯೇಸುವಿನ ಕೈ ಕಾಲಗಳಲ್ಲಿ അത് ಹೊಡೆದಿದ್ದು. നമ്മുടെ ശാപത്തിന് ಅದು വേണ്ടിയായിരുന്നു. ನಮ್ಮ ಶಾಪಕ್ಕೋಸ್ಕರ ಆಗಿತ್ತು. ആ മുള്ളാണ് ಆ യേശുവിന്റെ ಮುಳ್ಳಾಗಿದೆ ഹൃദയത്തെ കുത്തിത്തുളച്ചത്. ಯೇಸುವಿನ ಹೃದಯವನ್ನು അത് നമ്മുടെ ಚುಚ್ಚಿ ശാപത്തിന് ಅದು വേണ്ടിയായിരുന്നു. ನಮ್ಮ ಶಾಪಕ್ಕೋಸ್ಕರ ಆಗಿದೆ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞത്, ಅದಾಗಿದೆ ഗലാತ್ಯ ಲೇಖನದಲ್ಲಿ മരത്തിന്മേൽ ಬರೆದಿದ್ದು, തൂങ്ങുന്നവനെല്ലാം ಮರದ ಮೇಲೆ ತೂಗಲ್ಪಡುವವರೆಲ್ಲ ശാപഗ്രസ്തനെന്ന് ಶಾಪಗ್ರಸ್ತರಾಗಿದ್ದಾರೆ ಎಂಬುದಾಗಿ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ನ್ಯಾಯ ಪ್ರಮಾಣದಲ್ಲಿ ಬಂದ യേശു നമ്മുടെ ಯೇಸು ನಮಗೋಸ್ಕರ ശാപങ്ങളെ വഹിച്ച് ನಮ್ಮ ಶಾಪಗಳನ್ನು ವಹಿಸಿ കാൽവരിയിൽ മരിച്ചു. ಕಲ್ವಾರಿಯಲ್ಲಿ നമ്മുടെ ಸತ್ತರು. ശാപങ്ങൾക്ക് വിലയായി തീർന്നു. ನಮ್ಮ ಶಾಪಕ್ಕೆ അവന്റെ ಬಲಿಯಾದನು. മുള്ളുകൾ, ಆತನ ಮುಳ್ಳುಗಳು, മുൾക്കിരീടങ്ങൾ, ಮುಳ್ಕಿರೀಟಗಳು, മുള്ളാണികൾ, ಮುಳ್ಳಾಣಿಗಳು, മുൾക്കുന്തങ്ങൾ, ಮುಳ್ಕುಂದಗಳು, പ്രൈസ് മുള്ളിന്റെ ചാട്ടവാറുകൾ, ಮುಳ್ಳಿಂದ ಚಾಟಿಗಳು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആമേൻ. ഇരുമ്പ് ആണികൾ കോർത്ത ചാട്ടവാറുകൾ ಕಬ್ಬಣದಿಂದ ശാപം ಚಾಟಿಗಳು. വഹിക്കാനായിരുന്നു.
വിശ്വസിക്കുമ്പോൾ വിടുതൽ ನಮ್ಮ സംഭവിച്ചുകൊണ്ടിരിക്കും. ಶಾಪ ಮುರಿಯಕ್ಕಾಗಿತ್ತು, ನಾವು ನಂಬಿದ್ರೆ ಆ ಬಿಡುಗಡೆ ಉಂಟಾಗುತ್ತದೆ. Praise the Lord. Hallelujah. 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 പരദൂഷണം പറഞ്ഞ് മറ്റുള്ളവരെ തകർത്തിട്ടുണ്ടെങ്കിൽ ಬೇರೆಯವ್ರ ಮೇಲೆ ತಪ್ಪು ಹೇಳಿ ಅದು ನಾವು ಶಾಪವಾಗಿ ಶಾಪ ಮಾಡಿದ್ರೆ ಕೆಡಕೆಯ. ಅದು ನಿಮ್ಮ ಮೇಲೆ ಶಾಪವಾಗಿ Praise ಬೀಳುತ್ತದೆ. the Lord. Hallelujah. നാക്കിനെ ഏൽപ്പിച്ചു കൊടുത്തോ ನಾಲಿಗೆಯನ್ನು ಸಮರ್ಪಿಸಿ യേശുവിന്റെ നാമത്തിന്. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. Praise the Lord. Hallelujah. യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಡುಗಡೆ ಆಗಲಿ. ഊടമന സമ്പല രഹസ്യാര കടയ പ്രബല കടയ. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. Hallelujah. സ്തോത്രം. Hallelujah. ആമേൻ. ഈ നമ്മൾ പറയും ഇപ്പോൾ ശാപം എപ്പോഴാണ് അപ്പൊ തീരുന്നത്? ನಾವೇ ಕೇಳ್ತೀವಿ ಯಾವಾಗ ಶಾಪ ಬೀಳುವುದು ಎಂಬುದಾಗಿ. ಸ್ತೋತ್ರಂ. ಆಮೆನ್. ശാപം നമ്മൾ വിശ്വസിച്ച് അതിനെ മാറ്റുമ്പോൾ മാറും അത്. ನಾವು ಶಾಪವನ್ನು ನಾವು ನಂಬಿದ್ರೆ ಅದು ನೀಗಿ ಹೋಗುತ್ತದೆ. നമ്മൾ പലപ്പോഴും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ಹಲವಾರು ಸತಿ ನಾವು ಯೇಸುವಿನ ರಕ್ಷಕನಾಗಿ ಸ್ವೀಕರಿಸುವಾಗ പലപ്പോഴും ഈ വിഷയം കൂടി വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ಈ ವಿಷಯ ಕೂಡ ನಮಗೆ ನಂಬಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. Hallelujah. അതുകൊണ്ട് നിങ്ങൾ അങ്ങ് വിശ്വസിച്ചോ. ಅದನ್ನ ನೀವು ನಂಬಿ. സ്തോത്രം. അത് നിങ്ങളുടെ ജോലിയാണ്. ಅದು ನಿಮ್ಮ അത് ಕೆಲಸವಾಗಿದೆ. നിങ്ങൾ മോചനം പ്രാപിക്കണം. ಅದು ಅಲ್ಲಿ ಅಂದ ನೀವು ಮೋಚನ ಹೊಂದಿಕೊಳ್ಳಬೇಕು. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ വിശ്വാസത്തിലാണ് സംഭവിക്കുന്നത്. ಎಲ್ಲ ನಂಬಿಕೆಯಿಂದ ಆಗಿದೆ ನಡೆಯುವುದು. രോഗശാന്തി കിട്ടുന്നു വിശ്വാസത്താലാണ്. ರೋಗ ಶಾಂತಿ ಸಿಕ್ಕುವುದು ನಂಬಿಕೆಯಿಂದ. സ്തോത്രം. Hallelujah. യേശു മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും പാപം പോകുമോ? ಯೇಸು ಸತ್ರು ಎಂಬುದಾಗಿ ಹೇಳಿಬಿಟ್ಟು യേശു മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും പാപം പോകത്തില്ല. ಯೇಸು ಸತ್ತಿದ್ದಾರೆ ಎಂಬುದಾಗಿ യേശു മരിച്ചത് വിശ്വസിക്കുമ്പോൾ പാപം പോകും. ಯೇಸು ಸತ್ತಿದ್ದಾರೆ ಎಂಬುದಾಗಿ ನಂಬುವಾಗ ಪಾಪ ಹೋಗುತ್ತದೆ. മാനസാന്തരത്തോടെയുള്ള വിശ്വാസം. ನಾವು ಮನ ತಿರುಗಿ ಅದರಲ್ಲಿ ಇರೋ Praise the Lord. ನಂಬಿಕೆ. Hallelujah. അതുപോലെ തന്നെയാണ് ശാപവും. ಅದೇ ಪ್ರಕಾರನೇ അതുപോലെ ಶಾಪವು. തന്നെയാണ് രോഗവും. ಅದೇ ಪ್ರಕಾರವೇ ರೋಗವು. സ്തോത്രം. Hallelujah. സ്തോത്രം. Hallelujah. ഇതെല്ലാം പാപത്തിന്റെ ഫലമാണ്. ಇದೆಲ್ಲ ಪಾಪದ ಫಲವಾಗಿದೆ. സ്തോത്രം. Hallelujah. അപ്പോൾ വിടുതലായാത്ര സംഭവിക്കും. ಅದರಲ್ಲಿ ಒಂದು ಬಿಡುಗಡೆ ನಡೆಯುತ್ತದೆ. വെളിപ്പാട് പുസ്തകം 22-ന്റെ ಪ್ರಕಟಣೆ ಪುಸ್ತಕ 22ನ 2-3 വാക്യം ഒന്ന് വായിച്ചേ. 2-3 2-3 ವಾಕ್ಯಗಳು. സ്തോത്രം. 3 വാക്യമായിരിക്കും. 3 വാക്യം വായിച്ചേ. ಪ್ರಕಟಣೆ 22:3. ആ ആമേൻ. ಇನ್ನು ಶಾಪಗ್ರಸ್ತವಾದದ್ದು ಒಂದೂ ಇರುವುದಿಲ್ಲ. സ്തോത്രം. ಆ- ഇനി ശാപം ഇംഗ്ലീഷ് വായിച്ച മക്കളെ. 20. ഇതെവിടെയാ? ಇದೆಲ್ಲ ಆಗಿದೆ. എപ്പോഴാ ശാപം പൂർണ്ണമായിട്ട് മാറുന്നത്? ಯಾವಾಗ ಶಾಪವು ಪೂರ್ಣವಾಗಿ ನೀಗಿ ഇനി ಹೋಗುವುದು. ശാപം ಇನ್ನ ಶಾಪಗ್ರಸ್ತ ഇനി ശാപമില്ല. ಇನ್ನ ಶಾಪಗ್ರಸ್ತವಾದದೊಂದು അത് ಇಲ್ಲ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ಪ್ರಕಟಣೆ ಪುಸ್ತಕ 22ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬರುವಾಗ ನಮಗೆ ಅದು ನೋಡಕ್ಕಾಗೋದು. സ്തോത്രം. Hallelujah. പ്രൈസ് ദി ലോർഡ്. Hallelujah. സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഇതിന് മിഡിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടല്ലേ? ಇದರ ಮಧ್ಯದಲ್ಲಿ ಕೆಲವು ವಿಷಯಗಳು ನಡೀತಾ ಇದೆ. ആമേൻ. കാൽവരിയിൽ യേശു ಕಲ್ವಾರಿಯಲ್ಲಿ ಯೇಸು ആമേൻ നമ്മുടെ ശാപത്തിന് വേണ്ടി വിലയായി മരിച്ചു. ನಮ್ಮ ಶಾಪಕ್ಕೋಸ್ಕರ ಬೆಲೆ ಕೊಟ್ಟು ಸತ್ತರು. ഒരു ദൈവവൈതൽ ಒಂದು ದೇವರ ಮಗು ക്രിസ്തുവിലായാൽ ಕ್ರಿಸ್ತನಲ್ಲಿ ಆದರೆ ആ വ്യക്തി ಆ ವ್ಯಕ್ತಿಯು പുതിയ സൃഷ്ടിയാണ്. ಹೊಸ ಸೃಷ್ಟಿಯಾಗಿದೆ. പക്ഷേ ಆದರೆ ആമേൻ ആമേൻ നമ്മളൊരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ನಾವು ಒಂದು ವಿಷಯಕ್ಕೋಸ್ಕರ ಕಾಯ್ತಾ എന്തിനു ಇದ್ದೇವೆ. വേണ്ടിയാ? ಏನಾಗಿದೆ? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി. ನಮ್ಮ ಶರೀರದ ವಿಮೋಚನೆ ಆಗಿರೋ ಒಂದು ಪುತ್ರತ್ವಗೋಸ್ಕರ. രോഗത്തിന് വേണ്ടി മരിച്ചു. ರೋಗಕ್ಕೋಸ್ಕರ ಸತ್ತು. പാപത്തിന് വേണ്ടി മരിച്ചു. ಪಾಪಕ್ಕೋಸ್ಕರ ಸತ್ತು. ശാപത്തിന് വേണ്ടി മരിച്ചു. ಶಾಪಕ್ಕೋಸ್ಕರ ಸತ್ತು. പക്ഷെ ശരീരം ഇനിയും ಅದ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ಶರೀರ ಇನ್ನ ವಿಮೋಚನೆ അതുകൊണ്ട് ಆದ್ದರಿಂದ ശരീരം ചില പ്രോസസ്സിലൂടെ ഇന്നും കടന്നു പോകാം. ದೇಹವು ಇನ್ನ ಕೆಲ രോഗത്തോടെ ಕടന്നു പോകാം. ರೋಗದಲ್ಲಿ ಹೋಗುತ್ತೆ. ഇനി ശാപവും ഉണ്ടാകാം. ಇನ್ನ ಶಾಪವು ಉಂಟಾಗಬಹುದು. ശാപം ഇനി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞപ്പോഴാ ಶಾಪ ಇನ್ನ ಉಂಟಾಗೋದಿಲ್ಲ ಅಂತ ಯಾವಾಗ ಹೇಳಿದ್ದು? വെളിപ്പാട് പുസ്തകത്തിലാ പറയുന്നത്. ಪ್ರಕಟಣೆ ಪುಸ್ತಕದಲ್ಲಿ ಆಗಿದೆ എങ്ങനെ ಬರ್ತದೆ. ശാപം ഉണ്ടാകും? ಹೇಗೆ ಶಾಪ ಉಂಟಾಗುತ್ತದೆ? ಸ್ತೋತ್രം. ಹಾಲೆಲೂಯಾ. ആമേൻ. ಹಾಲೆಲೂಯಾ. ഗലാത്യ ലേഖനം 1:8-9 വാക്യം വായിച്ചേ. ಗಲಾತ್ಯ ಲೇಖನ 1:9 ಓದಿ. 1:8-9. 1:8-9. ಆದರೂ ನಾವು ನಿಮಗೆ ಸಾರಿದ ಸುವಾರ್ತೆಗೆ ವಿರುದ್ಧವಾದದ್ದನ್ನು ನಾವೇ ಆಗಲಿ ಪರಲೋಕದಿಂದ ಬಂದ ದೇವದೂತನೇ ಆಗಲಿ ನಿಮಗೆ ಸಾರಿದರೆ ಶಾಪಗ್ರಸ್ತನಾಗಲಿ. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. ഇനിയൊരു ഭാഷ വായിച്ചേ. ಇನ್ನೊಂದು ಭಾಷೆಯಲ್ಲಿ ಓದಿ. நாங்கள் உங்களுக்கு பிரசங்கித்த சுவிசேஷத்தை அல்லாமல் நாங்களாவது வசனத்திலிருந்து வருகிற ஒரு தூதனாவது வேறொரு சுவிசேஷத்தை உங்களுக்கு பிரசங்கித்தால் அவர் சபிக்கப்பட்டவனாய் இருக்க கடவன். സുവിശേഷം പ്രസംഗിക്കുന്ന അവിശ്വാസിയാണ് വിശ്വാസിയാണോ? ಸುವಾರ್ತೆ ಸಾರೋದು ಅವಿಶ್ವಾಸಿನ ವಿಶ್ವಾಸಿನ?
പ്രൈസ് ലോർഡ്. ಆಮೆನ್. ദൈവവിശ്വാസത്തിലേക്ക് വന്നവർ ದೇವರ ನಂಬಿಕೆಯಲ್ಲಿ നമ്മൾ ಬಂದಿದ್ದವರು വളരെ ഭയത്തോടെ ഇത് പ്രസംഗിക്കുന്നത്. ನಾವು ಬಹಳ ಭಯದಿಂದ ഈ ಇದು ಪ್ರಶ್ನೆ ಮಾಡಬೇಕು. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ശാവ് മുറിക്കാനൊന്നും പോകുന്നില്ല. അതിന് കാരണം ഞാൻ ഇതിനകത്ത് ആരും ശാപം മുറിച്ചായിട്ട് ഞാൻ മുറിക്കാൻ കാണുന്നില്ല. സ്തോത്രം. ഞാൻ പഠിപ്പിക്കുകയാണ്. ನಾನು ನಿಮ್ಮನ್ನ ಕಲಿಸ್ತಾ ಇದ್ದೀನಿ. നിങ്ങൾക്ക് വിശ്വാസത്തെ എന്ത് തോന്നുന്നു അത് നിങ്ങൾ ചെയ്തോളാം. ನಿಮಗೆ ನಂಬಿಕೆಯಿಂದ ಏನು ಅನಿಸುತ್ತೋ സ്തോത്രം. ನೀವು ಅದನ್ನು വിശ്വസിച്ച് ಮಾಡಿ. ഏറ്റെടുത്തോണം. ನೀವು ನಂಬಿಕೆಯನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು. ಆದರೆ ദുരുപദേശം പഠിപ്പിക്കുന്നത് ಕೆಟ್ಟ ಉಪದೇಶವನ್ನು ಕಲಿಸುವವರು എന്താണ്? ಏನಾಗಿದೆ? വചനം മാറ്റി പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പഠിക്കുന്നിടത്ത് പോകുന്നതും ശാപമാണ്. ವಾಕ್ಯ ತಪ್ಪಾಗಿ ಕಲಿಸುವ ಜಾಗದಲ್ಲಿ ಹೋಗುವವರು ഞങ്ങൾ ಶಾಪಗ್ರಸ್ತರಾಗಿದ್ದಾರೆ. നിങ്ങളോട് അറിയിച്ചതിന് വിധീതമായി ನಾವು ನಿಮಗೆ ತಿಳಿಸಿದ ವಿಷಯಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ഞങ്ങൾ തന്നെ എന്ന് ನಾವಾದರೆ പറഞ്ഞാൽ അപ്പസ്തോലന്മാർ, ಅಪ್ಪಸ್ತಲರಾಗಲಿ പഠിപ്പിച്ചവർ ಕಲಿಸಿದವರಾಗಿರಲಿ തന്നെയാകട്ടെ ಅದು ಬಿಟ್ಟು സ്വർഗത്തിൽ നിന്ന് ഇനി മിഖയേൽ വരട്ടെ. ಸ್ವರ್ಗದಿಂದ ಮೀಕೇಲ್ ಬರಲಿ. ആമേൻ. മിഖയേൽ വരത്തില്ല, ಮೀಕೇಲ್ ಬರೋದಿಲ್ಲ. ഇനി ഒരു ദൂതൻ വരട്ടെ എന്നെഴുതിയിരിക്കുന്നു. ಇನ್ನು ಯಾವುದೇ ದೂತನು ಬರಲಿ. പഠിപ്പിച്ചാൽ ಅವನು ಬಂದು ಕಲಿಸಿದ್ರೇನು അതാരാണ്? ಅದು ಯಾರಾಗಿದ್ದಾರೆ? അപ്പൊ ശാപം ഉണ്ടാവുമോ? ಅವ್ರ ಶಾಪ ಉಂಟಾಗುತ್ತದೆ. വചനം പഠിപ്പിക്കുന്നവർക്കുണ്ടാവോ? ವಾಕ್ಯ ಕಲಿಸೋರಿಗೆ മാറ്റി ಶಾಪ, പഠിപ്പിക്കുന്നവർക്കുണ്ടാവോ? ವಾಕ್ಯವನ್ನು ತಪ್ಪಾಗಿ ಕಲಿಸೋರಿಗೆ ಶಾಪ സ്തോത്രം. ಉಂಟಾಗುತ್ತದ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യലേഖനം 22-ാം അധ്യായം, 1 ಕೊರಿಂಥ್ಯ ಲೇಖನ 22ನೇ ಅಧ್ಯಾಯ, 16-ാം അധ്യായം 16ನೇ ಅಧ್ಯಾಯ 22-ാം വാക്യം 22ನೇ ವಾಕ್ಯ വായിച്ചേ. ಓದಿ. ആ, ഇത് അവിശ്വാസിയാണോ വിശ്വാസിയാണോ? ಇದು ಅವಿಶ್ವಾಸಿಗ ವಿಶ್ವಾಸಿಗ? വിശ്വാസിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ವಿಶ್ವಾಸಿಯ ವಿಷಯವಾಗಿದೆ ಹೇಳ್ತಾ ಇರೋದು. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. യേശു വിശ്വസിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജാടി ഓടി നടക്കുന്നവരുണ്ട്. ಯೇಸುವಲ್ಲಿ ನಂಬ್ತಾ ಇದ್ದೀನಿ ಎಂಬುದಾಗಿ ಹೇಳ್ಬಿಟ್ಟು ಆ ಕಡೆ ಈ ಕಡೆ ಓಡಾಡೋರಿದ್ದಾರೆ. ഒരു പ്രയോജനമില്ലാത്തവർ, ಏನು ಉಪಯೋಗವಿಲ್ಲ, ഒരു ഫലമില്ല. ಏನು ಫಲವಿಲ್ಲ. സ്തോത്രം. ಆಮೆನ್. സ്വന്തം കാര്യം മാത്രം നോക്കി ಸ್ವಂತ ಕಾರ್ಯ ಮಾತ್ರ ನೋಡಿಕೊಂಡು ಜೀವನ ಮಾಡಿ. യേശുവിനെ സ്നേഹിക്കാത്തവർക്ക് ശാപമുണ്ട്. ಯೇಸುವನ್ನು ಪ್ರೀತಿ ಮಾಡದೇ ಇರೋರಿಗೂ ಶಾಪವು ಶಾಪ ಉಂಟೋ? ಉಂಟಾಗುತ್ತದೆ. ಶಾಪವು ಉಂಟಾಗುತ್ತಾ? ഉണ്ടോ? ಇದೆಯಾ? സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ആമേൻ. യേശുവിനെ സ്നേഹിക്കാത്തവർ ശാപഗ്രസ്തരാണ്. ಕರ್ತನನ್ನು ಪ್ರೀತಿಸದೇ ಇರೋರಿಗೂ ಶಾಪ ಉಂಟಾಗುತ್ತದೆ. ആമേൻ. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. വചനം മാറ്റി പഠിപ്പിക്കുന്നവർ, ವಾಕ್ಯ ತಪ್ಪಾಗಿ ಕಲಿಸುವವರು, പിന്നെന്തുവാ? ಕರ್ತನನ್ನು ಪ್ರೀತಿಸಿ പിന്നെന്തുവാ? ಕರ್ತನನ್ನು ಪ್ರೀತಿಸದೆ കർത്താവിനെ സ്നേഹിക്കാത്തവർ, ಕರ್ತನನ್ನು ಪ್ರೀತಿಸದೇ ಇರೋರು. പിന്നെ ആരാ? ಮತ್ತೆ ಯಾರು? എബ്രായലേഖനം 6:5. എബ്രായ ലേഖന 6:5. പ്രായമുള്ളവർക്ക് ആർക്കെങ്കിലും ഒന്ന് പുറത്തേക്കൊന്ന് പോകണമെങ്കിൽ നോ പോകണം കേട്ടോ. ഞാൻ പറഞ്ഞു വിടുകയല്ല. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റൊക്കെ ഇരിക്കാം വേണമെങ്കിൽ. ವಯಸ್ಸಾಗಿರೋರಿಗೆ ಎದ್ದು ഒരു വിഷയം അങ്ങ് പഠിപ്പിച്ച് തീരാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് സമയം എടുക്കുന്നത്. ಒಂದು ವಿಷಯ ಹೇಳಿ ಮುಗಿಸಕ್ಕೆ ನಾನು ಟೈಮ್ ತಗೊಳ್ತಾ ಇರೋದು. എബ്രായലേഖനം 6:5 വായിച്ചേ. ಎಬ್ರಾಯ ಲೇಖನ 6:5 ಓದಿ. ಅನುಭವಿಸುವವರು ಭ್ರಷ್ಟರಾದರೆ ಅವರಲ್ಲಿ ತಿರುಗಿ ಮನಸಾಂತರವನ್ನು ಹುಟ್ಟಿಸುವುದು ಅಸಾಧ್ಯ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ಅಲ್ಲಿ ಏನಾಗಿದೆ ಬರೆದಿರೋದು? പിന്മാറ്റക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയല്ല. ಹಿಂತಿರುಗಿ ಹೋಗೋರ್ಗೆ ಏನ್ ಮಾಡಕ್ಕಾಗಲ್ಲ. ഇത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ? ಇದು ವಿಶ್ವಾಸಿಗ ಅವಿಶ್ವಾಸಿಗ? പിന്മാറ്റക്കാരൻ അതിനകത്തുണ്ടോ? അതിനകത്ത് എഴുതിയിട്ടുണ്ടോ? ಅಲ್ಲಿ ಬರ್ದಿದ್ಯಾ? ശാപഗ്രസ്തൻ എഴുതിയിട്ടുണ്ടോ? ಶಾಪಗ್ರಸ್ತನ ഒന്നുകൂടെ വായിച്ചേ വാക്യം. അതിന്റെ ഒന്നുകൂടെ വായിച്ചേ. ಪವಿತ್ರಾತ್ಮ ವರದಲ್ಲಿ Praise the Lord. ಪಾಲುಗಾರರಾಗಿ ದೇವರ ವಾಕ್ಯದ ಶ್ರೇಷ್ಠತೆಯನ್ನು ಮುಂದಣ ಯುಗದ ಮಹತ್ವವನ್ನು ಅನುಭವಿಸುವವರು ಭ್ರಷ್ಟರಾದರೆ ಅವರಲ್ಲಿ ತಿರುಗಿ ಮನಸಾಂತರವನ್ನು ಹುಟ್ಟಿಸುವುದು ಅಸಾಧ್ಯ. അസാധ്യ. ಯಾಕೆಂದರೆ ಅವರು ತಮ್ಮ ಪಾಲಿಗೆ ದೇವರ ಮಗನನ್ನು ಪುನಃ ಶಿಲುಬೆಗೆ ಹಾಕುವವರು, ಆತನನ್ನು ಎಲ್ಲರ ಮುಂದೆ ಅವಮಾನ ಪಡಿಸುವವರು ಆಗಿದ್ದಾರೆ. ಆಮೇಲೆ ಭೂಮಿಯು ತನ್ನ ಮೇಲೆ ಅನೇಕವರ್ತಿ ಸುರಿಯುತ್ತಿರುವ ಮಳೆಯನ್ನು ಹೀರಿಕೊಂಡು ಅದು ಯಾರ ನಿಮಿತ್ತವಾಗಿ ವ್ಯವಸಾಯ ಮಾಡಲ್ಪಡುತ್ತದೋ ಅವರಿಗೆ ಅನುಕೂಲವಾದ ಬೆಳೆಯನ್ನು ಕೊಟ್ಟರೆ ದೇವರ ಆಶೀರ್ವಾದವನ್ನು ಹೊಂದುತ್ತದೆ. ಆದರೆ ಅದು ಮುಳ್ಳು ಗಿಡಗಳನ್ನು ಕಳೆಗಳನ್ನು ಬೆಳೆಸಿದರೆ ಅಯೋಗ್ಯವೆನಿಸಿಕೊಂಡು ಶಾಪಕ್ಕೆ ಗುರಿಯಾಗುತ್ತದೆ. 8ನೇ ವಾಕ್ಯ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പിന്മാറ്റം എന്തുവാണ്? ಹಿಂತಿರುಗಿ ಹೋಗುವುದು ಏನಾಗಿದೆ? കർത്താവിനെ വിട്ട് പിന്മാറുന്നത് എന്തുവാണ്? ಕರ್ತನ ಬಿಟ್ಟು ಹಿಂತಿರುಗಿ ಹೋಗೋರು ಏನಾಗಿದೆ, ಏನಾಗುತ್ತಾರೆ? നമ്മളോർക്കും ചുമ്മാ അങ്ങോട്ട് പോയി വന്നു നമ്മൾ വിചാരിക്കും. ನಾವು ಅನ್ಕೊಂತಾರೆ ಅವರು ಹಿಂತಿರುಗಿ ಹೋಗುದು ಬಂದ್ರು ಎಂಬುದಾಗಿ ಅನ್ಕೊಂತೀವಿ. ബൈബിൾ പറയുന്നു ಬೈಬಲ್ ಹೇಳ್ತಾ അത് ಇದೆ ശാപമാണ്. ಅದು ಶಾಪವಾಗಿದೆ. ഇനി ആമേൻ പത്രോസിന്റെ ലേഖനത്തില് ಪೇತ್ರನ ಲೇಖನ ചില പ്രത്യേക വിഷയങ്ങൾ ಕೆಲವು നമ്മൾ കടന്നു പോകുമ്പോൾ ನಾವು ನೋಡುವಾಗ അത് ശാപമാകാം. ಅದು ಶಾಪವಾಗುತ್ತದೆ. ആമേൻ. പത്രോസിന്റെ ലേഖനത്തിൽ വന്നാട്ടെ. ಪೇತ್ರನ ಲೇಖನ ಕಡೆ ಬರೋಣ. ആമേൻ. 2 പത്രോസ് 2 ಪೇತ್ರನು ഞാൻ വായിക്കാം.
ശ്രദ്ധിക്കുക, ಗಮನವಿಡಿ, നിങ്ങൾ അടയാളപ്പെടുത്തിക്കോ. ನೀವು ಮಾರ್ಕ್ ಮಾಡ್ಕೊಳ್ಳಿ. എന്നാൽ ആದ್ರೆ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. ಸುಳ್ಳು ಪ್ರವಾದಿಗಳು ಜನರ ಮಧ್ಯದಲ್ಲಿ ജനത്തിന്റെ മധ്യത്തിൽ ആരുണ്ട്? ಜನರ ಮಧ್ಯದಲ್ಲಿ ಯಾರಿದ್ರು? അപ്പസ്തോലന്മാരുടെ കാലത്തെ കള്ളപ്രവാചകന്മാരുണ്ട്, ಅಪೊಸ್ತಲರ ಕಾಲದಲ್ಲೇ ಸುಳ್ಳು ಪ್ರವಾದಿಗಳಿದ್ರು, ഇന്നും ഉണ്ട്. ಇವತ್ತೂ ಇದೆ. സ്തോത്രം. ಆಮೇನ್. അതുകൊണ്ട് ಆದ್ದರಿಂದ എല്ലാം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ಎಲ್ಲವನ್ನು ನಾವು ಅಂಗೀಕರಿಸಬೇಕಾಗಿಲ್ಲ. ദൈവത്തിന്റെ ആത്മാവിൽ, ದೇವರ ಆತ್ಮನಲ್ಲಿ, ആമേൻ, വചനപ്രകാരമുള്ള ವಾಕ್ಯ ಪ್ರಕಾರ ಇರುವ ദൈവാലോചന മാത്രം ഏറ്റെടുത്താൽ മതി. ದೇವರ ಆಲೋಚನೆ ಮಾತ್ರ ನಾವು ಹೊಂದಿಕೊಂಡ್ರೆ അത് ಸಾಕು. പാപമല്ല. ಅದು ಪಾಪವಲ್ಲ. അടുത്ത പദം, ನೆಕ್ಸ್ಟ್ ಪದವು, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ಹಾಗೆ ನಿಮ್ಮ ಮಧ್ಯದಲ್ಲೂ ദുരുദേഷ്ടക്കന്മാരുണ്ടാകും. ಸುಳ್ಳು ಬೋಧಕರು ಇರುವುದು, കള്ളപ്രവചനവും ಕಳ್ಳ ಪ್ರವಾದಿಯು, ദുരുപദേശവും ದುರುಪದೇಶವು ശാപമാണ്. ಇದು ಶಾಪವಾಗಿದೆ. ശ്രദ്ധിച്ചോണം. ಇದು ಗಮನವಿಡಿ. അടുത്തത്, ನೆಕ್ಸ್ಟ್, ആമേൻ, അവർ നാശകരമായ മതഭേദങ്ങളെ നുരയിച്ച് ಅವನು തങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് ശീഘ്ര നാശം വരുത്തും. സ്തോത്രം. സാമേ, ഇത് കുറച്ച് കൂടുതലാണ് സൗണ്ട് ഇങ്ങോട്ട്. ഇവിടെ 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 കുറച്ചാൽ നല്ലതാണ്. ആമേൻ. വരുത്തും. അടുത്തത്, അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. രണ്ടാം വാക്യം. ಎರಡನೇ ವಾಕ್ಯ. ഈ മൂന്നാമത്തെ പാപം, ಮೂರನೇ ಪಾಪವು, സ്തോത്രം, ദുഷ്കാമ പ്രവൃത്തി ശാപമാണ്. ದುಷ್ಕಾಮ ಕ್ರಿಯೆಗಳು ಕೃತ್ಯಗಳು ಶಾಪವಾಗಿದೆ. അടുത്തത്, ನೆಕ್ಸ್ಟ್, മൂന്നാമത്തെ വാക്യത്തിൽ, ಮೂರನೇ അവർ ವಾಕ್ಯದಲ್ಲಿ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് ಅವರು ದ್ರವ್ಯಾಶೆಗಳ ಒಳಗಾಗಿ നിങ്ങളെ വാണിഭമാക്കും. ನಿಮ್ಮನ್ನು ദ്രവ്യാഗ്രഹം ശാപത്തിനടുത്തതാണ്. ದ್ರವ್ಯಾಸೆಯು ಶಾಪಕ್ಕೆ ಒಳಗಾಗುತ್ತಾರೆ. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ലോർഡ്. അടുത്തത്, ನೆಕ್ಸ್ಟ್, അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിക്കാതെ വരുന്നു ಅವರಿಗೆ ನ್ಯಾಯವಿಧಿ എന്ന് ಬೇಗನೆ പറഞ്ഞിട്ട് ಬರುತ್ತೆ ಮತ್ತೆ ಹೇಳಿ 14 വാക്യം വായിച്ചാട്ടെ. 14ನೇ ವಾಕ್ಯವನ್ನು ಓದೋಣ. 2 ಪೀಟರ್ 2:14. ತಪ್ಪಿದ ಮತ್ತು ಪಾಪಗಳನ್ನು ಬಿಡಲೊಲ್ಲದೆ ಕಣ್ಣುಗಳುಳ್ಳವರು, ಚಪಲ ಚಿತ್ತರು, ಮರಳುಗೊಳಿಸುವವರು, ಲೋಭದಲ್ಲಿ ತೇರ್ಗಡೆ ಹೊಂದಿದ ಮನಸ್ಸುಳ್ಳವರು ಶಾಪಕ್ಕೆ ಪಾತ್ರರು ಆಗಿರುತ್ತಾರೆ. സ്തോത്രം. ഈ കാര്യങ്ങൾ ഒന്ന് എടുത്തു പറയാണ്. ಈ ವಿಷಯಗಳನ್ನು ಮತ್ತೆ ಹೇಳ್ತಾ ಇದ್ದೀನಿ, ನೀವು ಗಮನವಿಡಿ. ഇപ്പോൾ ഈ 2ാം അധ്യായം ಈ 2ನೇ ಅಧ್ಯಾಯ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 1 ರಿಂದ 14 ವರೆಗಿರುವ ವಾಕ್ಯಗಳು, ആമേൻ, ആ 13 വരെയുള്ളത് 14ാം വാക്യത്തെ എടുത്ത് പറയുന്നു, ഇവർ ശാപരോഗ്യരാണ്. ಈ ವಿಷಯಗಳನ್ನು ಮಾಡುವ 14ನೇ ಹೇಳ್ತಾರೆ, ಈ ഇത് ಎಲ್ಲ ವಿಷಯಗಳು ലോകക്കാരുടെ ಶಾಪಕ್ಕೆ ಒಳಗಾಗುತ್ತಾರೆ. ഇത് ലോകക്കാരുടെ കാര്യമല്ല, ಇದು ಲೋಕದವರ ವಿಷಯವಲ್ಲ, വിശ്വാസത്തിൽ വന്നിട്ട് ഉള്ളവരുടെ കാര്യമാണ്. ನಂಬಿಕೆಯಲ್ಲಿ ಬಂದು ಈ ವಿಷಯಗಳನ್ನು ಮಾಡುವವರಿಗೆ ಮೇಲೆ ಬರುವ ಶಾಪವಾಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ, പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ഇനി ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാണ്. ನಾನು ನಿಮ್ಮನ್ನ ವಾಪಸ್ ಕರ್ಕೊಂಡು ಬರ್ತೀನಿ. ആമേൻ. വിശ്വാസത്തിൽ വന്നപ്പോൾ ನಂಬಿಕೆಯಲ್ಲಿ ಬಂದು കർത്താവ് നമ്മുടെ പാപം ക്ഷമിച്ചു. ನಮ್ಮ ಪಾಪವನ್ನು ആ ಕ್ಷಮಿಸಿದರು. സമയത്ത് നമ്മൾ വിശ്വസിച്ചെങ്കിൽ ಆ ಸಮಯದಲ್ಲಿ ನಂಬಿದ್ರೆ കർത്താവ് നമ്മുടെ ശാപവും പൊക്കി. ಆ ಕರ್ತನು ನಮ್ಮ ಶಾಪವನ್ನು ನೀಗಿಸುತ್ತಾನೆ. ಸ್ತೋತ್രം. ಹಲ್ಲೆಲೂಯಾ. ഇനി ഈ പറയുന്ന പാപങ്ങൾ, ಈ ಹೇಳುವ ಪಾಪಗಳು, ആമേൻ, പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ಮತ್ತೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬಿದ್ದಿದ್ರೆ ഒരു യഥാസ്ഥാപനം അതിൽ നമുക്ക് ആവശ്യമാണ്. ಅಲ್ಲಿಂದ ನಾವು ಒಂದು ಮನ ತಿರುಗುವಿಕೆ ಪಡಬೇಕು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ, ആമേൻ. ಹಲ್ಲೆಲೂಯಾ. കാൽവരിയോടുകൂടി ಕಲ್ವಾರಿಯಲ್ಲಿ ಶಾಪವು ജയിക്കാനുള്ള വഴി യേശു തുറന്നു. ಗೆಲ್ಲಕ್ಕಿರೋ ದಾರಿಯನ್ನು എന്നാൽ ശാപ ലോകത്ത് നിന്ന് മാറുന്നത് പൂർണ്ണമായും ಆದ ಶಾಪ ಲೋಕದಿಂದ വെളിപ്പാട് പുസ്തകം 22ാം അധ്യായത്തിലാണ്. ಪ್ರಕಟಣೆ ಪುಸ್ತಕ 22ನೇ ಅಧ್ಯಾಯದಲ್ಲಾಗಿದೆ. ഇനി ശാപമില്ല, ಇನ್ನ ಶಾಪವೂ ಇಲ್ಲ, കഷ്ടമില്ല, ಇನ್ನ ಕಷ್ಟವೂ ಇಲ್ಲ, മരണമില്ല. ಇನ್ನ ಮರಣವೂ ಇಲ್ಲ. ശ്രദ്ധിക്കുക. ಗಮನವಿಡಿ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നിങ്ങളുടെ ജീവിതത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. ಇನ್ನ ನಿಮ್ಮ ಜೀವಿತದ ಹಿಂದೆ ತಿರುಗಿ ನೋಡಿ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പലതിന്റെയും അടിമത്തത്തിൽ നമ്മൾ കിടക്കുകയായിരിക്കും. ಹಲವಾರು ಜನ ಹಲವಾರು ವಿಷಯಗಳ ಅಡಿಮತನದಲ್ಲಿದ್ದಾರೆ. ഒത്തിരി വിഷയങ്ങൾ പറയാനുണ്ട്, ಸುಮಾರು ವಿಷಯಗಳು ಹೇಳಕ್ಕಿದೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പാപമായിരിക്കാം, ಅದು ಪಾಪವಾಗಿರಬಹುದು. ചില കാര്യങ്ങൾ ಕೆಲವು ವಿಷಯಗಳು തലമുറകളായി ತಲೆಮಾರು ತಲೆಮಾರು കൈമാറ്റപ്പെട്ട് വരുന്നതായിട്ട് ಬರುವ ഇത് ಶಾಪಗಳು നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. ಇದು ಜೊತೆ ಸೇರಿ ಬರುತ್ತದೆ. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ശിക്ഷാവിധികൾ, ಕೆಲವು ಶಿಕ್ಷಾವಿಧಿಗಳು, ചില വേദനകൾ, ಕೆಲವು ನೋವುಗಳು, ചില പാപ സ്വഭാവങ്ങൾ, ಕೆಲ ಪಾಪ ചില ಸ್ವಭಾವಗಳು, വൈകൃതങ്ങൾ. ಕೆಲವು ಕೆಟ್ಟ സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. നിങ്ങളെ ഇങ്ങനെ ಇದು പിന്തുടരുന്നുണ്ടായിരിക്കും. ನಿಮ್ಮ ಹಿಂಬಾಲಿಸ್ತಾ ಇರಬಹುದು. നിങ്ങളൊന്ന് തിരിച്ചേ ನೀವು ತಿರುಗಿ ನೋಡಿ. ആമേ, അതിനെ
ശാപമായിട്ടൊന്ന് കരുതിക്കുക. ಅದನ್ನು ಶಾಪವಾಗಿ ನೀವು ಅಂಗೀಕರಿಸಿ. എന്നിട്ട് ನಂತರ ഒരു വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ಒಂದು ವಾಕ್ಯದ ಕಡೆ ನಾವು ಬರ್ತಾ ಇದ್ದೀವಿ. യേശു ಯೇಸು നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി ನಮ್ಮ ಶಾಪಗಳಿಗೋಸ್ಕರ മരത്തിന്മേൽ തൂങ്ങി. ಮರದ ಮೇಲೆ ತೂಗಿದನು. ന്യായപ്രമാണത്തിൽ ನ್ಯಾಯ ಎഴുದಿ ಧರ್ಮಶಾಸ್ತ್ರ വെച്ച ಬರೆದಿದ್ದ ಪ್ರಕಾರ 100 കണക്കിന് 106 ശാപങ്ങൾ ಶಾಪಗಳು യഹൂദന് വേണ്ടി എഴുതിയതും ಯಹೂದನಿಗೆ ಬರೆದಿದ್ದು ജാതികൾക്ക് വരുന്നു. ಜನಾಂಗಗಳಿಗೆ ಬರೆದಿದ್ದು. അതിൽ നിന്ന് നമ്മളെ ಅದರಿಂದ ನಮ್ಮನ್ನು വിലക്ക് വാങ്ങിയിരിക്കുക. ಬೆಲೆ ಕೊಟ್ಟು ഇന്ന് ಇಸ್ಕೊಂಡಿದ್ದಾರೆ. പകൽക്കാലം ಯಾಗಲೇ ഒരു ಜಾವದಲ್ಲಿ ഡെലിവറൻസിന് വേണ്ടി ಒಂದು ಬಿಡುಗಡೆಗೋಸ್ಕರ ആമേ വിശ്വാസത്തിൽ വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ನಂಬಿಕೆಯಲ್ಲಿ ಬರದೇ ಇರೋರು ಅವರೋಡು ಅವರ ಹತ್ರ വിശ്വാസത്തിൽ വന്നിട്ട് ನಂಬಿಕೆಯಲ್ಲಿ ಬಂದಿದ್ದವರಿಗೂ എനിക്ക് അറിയത്തില്ലായിരുന്നു ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ ശാപങ്ങൾ വിശ്വസിച്ച് മാറ്റണമെന്ന്. ಶಾಪಗಳನ್ನು ನಂಬಿ ನೀಗಿಸಬೇಕೆಂಬುದಾಗಿ അങ്ങനെയുള്ളവരും ಹಾಗೆ ಇರುವರು. ആമേൻ ഇതിന് ശേഷം പറഞ്ഞ ಇದರ ನಂತರ ಹೇಳಿರುವ ആമേൻ ദുരുദ്ദേശങ്ങൾ ದುರುದ್ದೇಶಗಳು ബൈബിൾ മാറ്റി പഠിപ്പിച്ചത്, ಬೈಬಲ್ ತಪ್ಪಾಗಿ ಕಲಿಸುವುದು, സ്തോത്രം, ಹಲ್ಲೆಲೂಯಾ, മാരകമായ പാപങ്ങൾ ചെയ്തത്, ಮಾರಕವಾದ ಪಾಪಗಳನ್ನು ಮಾಡುವ, പിന്മാറിപ്പോയത്, ಹಿಂತಿರುಗಿ ಹೋಗುವರು, ദൈവത്തിന് സ്തോത്രം, ಹಲ್ಲೆಲೂಯಾ, ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഇങ്ങനെയുള്ള ചില പാപങ്ങൾ ಹೀಗೆ ಇರುವ ಕೆಲ ഇതിലൂടെ ಪಾಪಗಳು കടന്നു പോയിട്ടുള്ളവർ ಹೀಗೆ ഇന്ന് ಹಾದೋಗಿರುವರು പകൽക്കാലം ಈ ಹಗಲ ಜಾವದಲ್ಲಿ ആമേൻ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ಎಲ್ಲರ ವಿಷಯವೆಲ್ಲ ಹೇಳ್ತಾ ಇರೋದು. ചിലരോട് സംസാരിക്കുന്നുണ്ടല്ലോ ಕೆಲವರ ദൈവം. ಹತ್ರ ದೇವರು ಮಾತನಾಡ್ತಾ ಇದ್ದಾರೆ. അവരിൽ നിന്ന് ಅವರಿಂದ ഇന്ന് പകൽക്കാലം ಈ ಹಗಲ ആ ಜಾವದಲ್ಲಿ ശത്രുവിന്റെ ബലം അഴിയണം. ಆ ಶತ್ರುವಿನ ಬೆಲೆ ಇಳಿಬೇಕು. ആമേൻ ആ ശത്രുവിന്റെ ബലം അഴിയണം. ಆ ಶತ್ರುವಿನ ಬೆಲೆ യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിನ ഒന്ന് ನಾಮದಲ್ಲಿ ദൈവത്തെ സ്തുതിച്ചൊന്ന് ഏറ്റെടുത്തേ. ನೀವು ಸ್ತುತಿಸುತ್ತಾ ചില ಹೊಂದಿಕೊಳ್ಳಿ. കാര്യങ്ങളുടെ മേൽ വിടുതൽ ഉണ്ടാകണം. ಕೆಲ ವಿಷಯಗಳ ಮೇಲೆ ಬಿಡುಗಡೆ ചില കാര്യങ്ങളുടെ ಉಂಟಾಗಲಿ. മേൽ വിടുതൽ ഉണ്ടാകണം. ಕೆಲ ವಿಷಯಗಳ ಮೇಲೆ ಬಿಡುಗಡೆ കർത്താവേ, ഒരു ಉಂಟಾಗಲಿ. മോചനം ആവശ്യമാണ്. ಕರ್ತನೆ ಒಂದು ವಿಮೋಚನೆ ಅವಶ್ಯಕತೆ ಆಗಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാപത്തിന്റെ പകരമായി ಶಾಪದ ಪ್ರಕಾರವಾಗಿ മുള്ളും പറക്കാരിയും ഉണ്ടായി. ಮುಳ್ಳು ಬೇಡದೇ ಇರೋ ಗಿಡಗಳು ಉಂಟಾಯಿತು. മുള്ളും പറക്കാരിയും ഉണ്ടായി. ಬೇಡದೇ ಇರೋ ಗಿಡಗಳು എന്റെ ಮುಳ್ಳುಗಳು ಉಂಟಾಯಿತು. കർത്താവ് ಆದ್ರೆ ನನ್ನ ಕರ್ತನು ശാപത്തിന്റെ നിഴലായ ಶಾಪದ ನೆರಳಾಗಿರುವ മുള്ളിനാൽ ಮುಳ್ಳಿನಿಂದ തലയും ತಲೆಯು കൈകളും ಕೈಗಳು കാലുകളും ಕಾಲುಗಳು ഹൃദയവും ಹೃದಯವು കുത്തി തുളയ്ക്കപ്പെട്ടവനായി, ಶಿಕ್ಷಲ್ಪಟ್ಟವನಾಗಿ ശരീരം മുഴുവൻ ಶರೀರ ಪೂರ್ತಿ അടിക്കപ്പെട്ടവനായി തീർന്നെങ്കിൽ ಒಡೆಯಲ್ಪಟ್ಟವನಾಗಿ ഇന്ന് പകൽക്കാലം യകൽ എന്റെ ಜಾವದಲ್ಲಿ കർത്താവേ, ನನ್ನ ಕರ್ತನೆ എന്റെ ശാപങ്ങൾ, ನನ್ನ എന്റെ ಶಾಪಗಳು പിൻപറ്റിയ ശാപങ്ങൾ ನನ್ನ ಹಿಂಬಾಲಿಸುವ എന്തെങ്കിലും ಶಾಪಗಳು ഉണ്ടെങ്കിൽ ಏನಾದರೂ അവിടുന്ന് ಇದ್ರೆ മാറ്റണമേ, ನೀನು അവിടുന്ന് ನೀಗಿಸಿಕೊಡು, മാറ്റണമേ, ನೀಗಿಸಿಕೊಡು, അവിടുന്ന് മാറ്റണമേ. ನೀಗಿಸಿಕೊಡು. യേശുവിന്റെ നാമത്തിൽ, യേശുവിನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ യേശുവിನ ನಾಮದಲ್ಲಿ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ಏನಾದರೂ ಇದ್ದರೆ അതിനെ മാറ്റിക്കളയണമേ. ನನ್ನನ್ನು ഞാൻ ಕಾಪಾಡಿ. വിശ്വസിക്കുന്നു ನಾನು ನಂಬ್ತಾ അവിടുന്ന് ಇದ್ದೀನಿ. വഹിച്ചെന്ന്, അവിടുന്ന് വഹിച്ചെന്ന്. ನೀವು ಒತ್ತುಕೊಂಡಿದ್ದೀರಾ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ನಾನು ನಂಬ್ತಾ ಇದ್ದೀನಿ. അവിടുന്ന് വഹിച്ചെന്ന്, ನೀನು ಒತ್ತುಕೊಂಡಿದ್ದೀರಾ അവിടുന്ന് വില ಎಂಬುದಾಗಿ. കൊടുത്തെന്ന്, ನೀನು ಬೆಲೆ അവിടുന്ന് ಕೊಟ್ಟಿದ್ದೀಯ വിലയ്ക്ക് ಎಂಬುದಾಗಿ. വാങ്ങിയെന്ന്, ನೀನು ಬೆಲೆಗೆ ಈಸ್ಕೊಂಡಿದ್ದೀಯ ശാപത്തെ ಎಂಬುದಾಗಿ. വിലയ്ക്ക് വാങ്ങിയെന്ന് ಶಾಪವನ್ನು ಬೆಲೆ ഞാൻ ಕೊಟ್ಟು ಈಸ್ಕೊಂಡಿದ್ದೀನಿ. വിശ്വസിക്കുകയാണ്. ನಾನು ನಂಬ್ತಾ ಇದ್ದೀನಿ. ഊടമന സംബലാര ഘടക ജലഘടയ പ്രവാധിയ അസ്തമാന ഘടയ പ്രബലേ ശവന ഘടയ പ്രവാധിയ അൽക്കടത്തി രാജകാര ഭൂഷാരകടയ പ്രബലേ സന്ദര റൂഖാന സിയാരകടയം. യേശുവിന്റെ നാമത്തിൽ ഒന്ന് ആരാധിച്ചോ, യേശു നാമം ആരാധിച്ച് വിടുതേറ്റെടുത്തോ. ಆರಾಧನೆ ಮಾಡಿ ಬಿಡುಗಡೆ ಹೊಂದಿಕೊಳ್ಳಿ. ಆರಾಧನೆ ಮಾಡಿ ಬಿಡುಗಡೆ ಹೊಂದಿಕೊಳ್ಳಿ.